എല്ലാവർക്കും നമസ്കാരം. ഏറെ സന്തോഷത്തോടെ എല്ലാവർക്കും ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും നേർന്നുകൊണ്ടുള്ള ഒരു സെഷൻ. സന്തോഷത്തോടെ എന്നതിനപ്പുറത്തേക്ക് ആത്മാഭിമാനത്തോടെ ആത്മനിർവൃതിയോടെ കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന ആ ഒരു സന്തോഷവും ആ ഒരു കടപ്പാടും ആ ഒരു നന്മയും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ നന്മയുമാണ് എന്നെ സന്തോഷവാനാക്കുന്നത്. ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ അറിയില്ല, നമ്മളിങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു നിർവികാരതയിൽ ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, നന്നായി മെഡിറ്റേഷൻ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു പ്രത്യേക ഘട്ടമുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല എന്ന് മാത്രം പറയുന്ന ഒരവസ്ഥ. അതിലെല്ലാം ഉണ്ട്, അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. എന്താണ് എന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ എന്തല്ല എന്ന് പറയാനോ പറ്റാത്തൊരു മാനസികാവസ്ഥ. അത് ഏത് ഭാഷ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏത് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ സാധിക്കുമോ എന്നത് സംശയമാണ്. അത് വളരെ വിഷയമാണ്, സാധ്യമാവില്ല എന്നുള്ളതാണ്. ആ ഒരു സന്തോഷത്തില് ഞാനിപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയാണ്. തൃശ്ശൂർ പ്രോഗ്രാം വെച്ച് തന്നെ തുടങ്ങാം. ഞാൻ ആദ്യമൊക്കെ അതിന് മുന്നോടി തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നത് സത്യമാണ്. അന്നത്തെ പ്രോഗ്രാം അത്രയും ഗംഭീരമാക്കാനുള്ള നടപടി എന്നോണം 2-3 മീറ്റിങ്ങുകൾ നടത്തി ആൾക്കാരെ എല്ലാവരും കേട്ടിരുന്നു. പക്ഷെ എന്നിരുന്നാലും ആ ഒരു പ്രോഗ്രാം എന്നെ സംബന്ധിച്ച് എന്താ പറയുക, വീണ്ടും എന്റെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാനിഫെസ്റ്റേഷൻ അത്രയും ശക്തമാണ്, മാനിഫെസ്റ്റേഷൻ അത്രയും ശക്തമായി വർക്ക് ചെയ്യുമെന്ന് ഒന്നുകൂടി തെളിയിച്ച ഒരു അവസ്ഥയാണ്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇപ്രാവശ്യത്തെ തൃശ്ശൂർ പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഇനിയൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് 2 days എങ്കിലും ആയിരിക്കും. കാരണം ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാവരും തീർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളെ പറഞ്ഞുവിടാൻ പറ്റുന്നില്ല, അതിന് സമയം തികയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പ്രോഗ്രാം കഴിഞ്ഞ, അതിന് മുമ്പത്തെ പ്രാവശ്യം കോഴിക്കോട് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴും അതിനു മുമ്പ് കൊച്ചി പ്രോഗ്രാം കഴിഞ്ഞപ്പോഴും ഒക്കെ രാത്രി 10 മണി വരെ 11 മണി വരെയൊക്കെ ഞാൻ നിങ്ങളെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നല്ല സ്ട്രെസ്. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഞാൻ പലരെയും കാണാൻ നിന്നു. തലേ ദിവസവും രാത്രി കുറെ പേരെ കണ്ടിരുന്നു. എന്നിട്ടും എവിടെ എത്തിയില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. വരുന്നവർ 100% സാറ്റിസ്ഫാക്ഷനോടുകൂടി പോകണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക് ആദ്യം മുതലേ ഉണ്ടായത്. അങ്ങനെയാണ് ഡേറ്റ് പലപ്പോഴും വേണോ, ഇപ്പൊ ആയോ, സമയം കിട്ടുമോ, റിസോർട്ട് കിട്ടുമോ എന്നൊക്കെ നോക്കിയിരുന്നത്. പിന്നെ തീരുമാനിച്ചു, കുഴപ്പമില്ല, ഏതായാലും എല്ലാവരുടെയും അഭ്യർത്ഥനയല്ലേ, നടത്തിക്കളയാം. ഏതായാലും ഇപ്രാവശ്യം നടത്തുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും 100% സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന പ്രോഗ്രാം തന്നെയായിരിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് വന്നത്. തലേദിവസം പിന്നെ ഇവിടെ നല്ല കൃത്യമായി ഞാൻ തൃശ്ശൂർ എത്തി ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടിയിൽ നിന്ന് കാലെടുത്ത് താഴെ നിലത്ത് വെച്ചിട്ട് വാച്ച് നോക്കിയതും 11:11 രാവിലെ. അന്നേരം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നസീറിനോടും കുമാർ സാറിനോടൊക്കെ പറഞ്ഞു, നാളത്തെ പ്രോഗ്രാം ഗംഭീരായിരിക്കും. പിന്നെ ഒന്നുമില്ല, ഫുൾ എല്ലാം പൂർണ്ണ ഐശ്വര്യത്തോടു കൂടി നടന്നു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളാണ് അനുഭവിച്ചവർ, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അനുഭവിച്ചവരാണ് പറയേണ്ടത്. എന്റെ അനുഭവം മാത്രം ഞാൻ പറയാം. മറ്റുള്ളവർ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പറയണം. അതോടൊപ്പം തന്നെയായിരുന്നു രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഏറ്റവും നല്ലൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്, ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും 100,000 എന്ന് പറയുന്നത്. 1,00,000 സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്.
അനുഭവിച്ചവർക്ക് അറിയത്തുള്ളൂ. അതിന്റെ അത്ര കാണുമ്പോൾ ഭയങ്കര സുഖമാണ്. ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നവർക്ക് ഭയങ്കര സുഖമാണ്. പക്ഷെ അതിന്റെ പിന്നിലെ പണികൾ അത്ര ലളിതമായിട്ടൊന്നും ആരും കരുതണ്ട. കാരണം യൂട്യൂബിന്റെ അൽഗോരിതം എന്ന് പറയുന്നതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നതിന്റെ കണക്ക് എന്ന് പറയുന്നത് അതിൽ വർക്ക് ചെയ്യുന്ന ലോജിക്ക് എന്നെല്ലാം പറയുന്നത് കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് വ്യത്യസ്തമായി ചെയ്യേണ്ടത്. അതെന്ന് വെച്ചാൽ ഒരു കുട്ടിയെ വളർത്താനേക്കാൾ എളുപ്പമാണ് ഒരു യൂട്യൂബിനെ വളർത്താനാണ് ഏറ്റവും വലിയ പാട്. അത് അത്രയും ഇതിലാണ്. പക്ഷെ എന്നാലും വിചാരിച്ചു ഓക്കെ, ഞാൻ ഒന്നും ധൃതി കൂട്ടിയിട്ടില്ല, എല്ലാം സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച തൃശ്ശൂർ പ്രോഗ്രാമിന്റെ അന്ന് 100,000 അവിടെ വെച്ച് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എന്തുകൊണ്ടാ വെച്ചാൽ അതിന്റെ ഇടയിൽ 2-3 ക്ലാസ്സുകൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു വ്യൂസ് കുറച്ചങ്ങ് ഡൗൺ ആയിരുന്നു ഇടയിലേക്ക്. കാരണം നമ്മള് മറ്റു ക്ലാസ്സുകളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ കുറഞ്ഞു. ആ ഒരു കാൽക്കുലേഷനിൽ ഒരു 2-3 ദിവസത്തെ ക്ലാസ് നമുക്ക് യൂട്യൂബിൽ പോകാൻ പറ്റാത്തതും, പിന്നെ ഒരു ക്ലാസ് ഞാൻ മനഃപൂർവ്വമല്ല, യൂട്യൂബിന്റെ ചില റെക്കമെൻഡേഷനുകൾ നമ്മൾ മാനിക്കണമല്ലോ, അല്ലെങ്കിൽ ചില ക്രൈറ്റീരിയൽ മാനിക്കണമല്ലോ എന്ന് കരുതി നമ്മളൊരു നല്ലൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു അല്ലെ, ഗോൾഡ് കോയിൻ ടെക്നിക്ക്, അത് കൊണ്ട് മെമ്പർഷിപ്പ് ഒള്ളി ആക്കി മാറ്റി. കാരണം അതല്ലാതിരുന്നാൽ യൂട്യൂബിൽ അടുത്ത് വരില്ല എന്നുള്ള ഇതുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. 2 കാര്യങ്ങളും തൃശ്ശൂർ വെച്ച് നടന്നു. പ്രോഗ്രാം സക്സസ് ആയി. വിചാരിച്ചേക്കുള്ളൂ. നമ്മൾ എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. ഞാൻ ആദ്യത്തെ കൊച്ചി പ്രോഗ്രാം മുതൽ ഇന്നലെ നടന്ന ഞാൻ നടന്ന തൃശ്ശൂർ പ്രോഗ്രാം വരെ ഒരു വലിയൊരു അച്ചീവ്മെന്റ്സ് അവിടെ ഉണ്ട്. ഒരു സീറ്റ് പോലും, ഒരു സിംഗിൾ ചെയർ പോലും നമുക്കവിടെ ബാക്കിയായിട്ടില്ല. എത്ര വെച്ചിട്ടുണ്ട്? അവസാനം 2 ചെയർ, അവസാനം 2 പേര് വെറുതെ കയറി വന്ന് സാറ് നിർത്തിയതാണ്, അഡ്മിഷൻ ഒക്കെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. 2 പേര് ക്യാൻസൽ ചെയ്തു, 2 പേര് തന്നെ കയറി വന്നു. അത് ക്യാഷും എടുത്തിട്ട് വന്നു. ഗൂഗിൾ പേ ഒന്നും ചെയ്യാൻ പോലും അവർ ശ്രമിച്ചില്ല. കാരണം ഗൂഗിൾ പേ ചെയ്താൽ നോ എന്ന് പറയണ്ടെന്ന് കരുതി അവരുണ്ടാവും, ഇപ്പൊ ക്ലാസ്സിലൂടെ എല്ലാം ഉണ്ടാവും. നേരെ കയറി വന്നു, സാറ് ഞങ്ങൾക്ക് കയറണമെന്ന് പറഞ്ഞ് കാശ് പേ ചെയ്ത് വന്നവര്. അപ്പൊ അത്ര കണ്ട് സീറ്റ് ഫുള്ളാണ്. അപ്പൊ എനിക്ക് തോന്നി എന്നാ പിന്നെ അടുത്ത സീറ്റ് ഒരു 1000 ആക്കിയാലോ സ്റ്റേഡിയത്തിലേക്ക്, അല്ലേ? അപ്പൊ 1000 ആൾക്കാരുണ്ടാവില്ലേ? അത്രയും സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതൊന്നും നേരത്തെ ഞാൻ പറഞ്ഞ എന്റെ അമ്മായിയപ്പനോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊന്നും എന്റെ ക്രെഡിറ്റ് അല്ല. ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ്. ഞങ്ങളുടെ ആരുടെയും ക്രെഡിറ്റ് അല്ല ഇത്. ഇതല്ല, നമ്മളൊരു നിയോഗം പോലെ ഇവിടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ കൂടുതൽ ആരും ഇതിൽ നമ്മളെ കാണേണ്ടതില്ല. അവിടെ എന്തോ കൽപ്പിക്കുന്നു, അത് നമ്മൾ അങ്ങോട്ട് നിർവഹിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒരു തരത്തിൽ ഇൻവോൾവ്മെന്റും നമുക്കിതിനകത്തില്ല. എങ്ങനെയാണോ പോകേണ്ടത് അങ്ങോട്ട് പോകും. പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിൽ ഒരു വഞ്ചി മാത്രമാണ് നമ്മൾ. ആ വഞ്ചിയിൽ കുറെ ആൾക്കാരെ ചേർത്ത് വഞ്ചിയിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ പോകും. പുഴ എന്നാണോ പറ്റുന്നത് അപ്പൊ വഞ്ചിയും അവിടെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു ഇതും എടുക്കുന്നില്ല. എഫേർട്ടും എല്ലാം കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, നമ്മൾ ചെയ്തു പോകുന്നു മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും ആ പൂർണ്ണ സംതൃപ്തിയോടുകൂടി, പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി, പൂർണ്ണ സത്യസന്ധതയോടുകൂടിയാണ് ഓരോ നിമിഷവും പോകുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ നേരെ കുട്ടനാട് പോയി. അവിടെയൊക്കെ ഒന്ന് കറങ്ങി അമ്പലപ്പുഴ കണ്ണനെ കണ്ടു. അതൊന്ന് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ പോയി അവിടെ നമുക്ക് അവരുണ്ടായിരുന്നു, അവിടുത്തെ നമ്മുടെ കൂടെ ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ശ്രീകല മേനോൻ, അവരെ എല്ലാം ഭംഗിയായി, അവർ ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു. സന്തോഷം. അങ്ങനെ അവിടുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഓക്കെ, എന്തായാലും എന്നെ സംബന്ധിച്ച് ഐ എം ടോട്ടലി ഹാപ്പി. എന്ന് നിങ്ങളാണ് പറയേണ്ടത് എന്താണ് അനുഭവം എന്നും. യൂട്യൂബില് നിങ്ങൾക്കുള്ള ആശംസകൾ എന്താണെന്നൊക്കെ അറിയിക്കുക. ഇന്നത്തെ ദിവസം ഇതാണ്. നാളെ മുതൽ നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് കടക്കാം. നാളെയാണ് തിരിച്ച് യാത്ര ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇവിടെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വാക്ക് പറയാൻ പറ്റില്ലല്ലോ, അല്ലെ? ഒന്നുമില്ല. ഇവിടെ എല്ലാവരും നമ്മൾ പറഞ്ഞില്ലേ, 7th ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ പൂർണ്ണ പച്ചപ്പോടുകൂടി നമ്മളെല്ലാവരും ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നു. പകരം നിങ്ങളും അതുപോലെ ചേർത്ത് വെക്കുക. ധർമ്മത്തിലൂന്നിയുള്ള കർമ്മം ചെയ്യുക എന്ന് ഭഗവാൻ പഠിപ്പിച്ചിട്ട് അതുപോലെ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു ഹാപ്പി ന്യൂസ്, അല്ലെ? അത് മറന്നു പോകരുത് പറയുമ്പോൾ, അല്ലെ? തൃശ്ശൂർ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ അടുത്ത മൈൽ സ്റ്റോൺ കൂടി നമ്മളെ ചാരിറ്റി പ്രവർത്തനത്തിന് ഭാഗമാക്കി തുടങ്ങിയിരിക്കുന്നു. ചാരിറ്റിയുടെ മെമ്പേഴ്സിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട, എല്ലാവരും അൺകണ്ടീഷണലായിട്ട് നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാർ. ഒന്നുമില്ല, എല്ലാത്തിനും ഒരു കണ്ടീഷനും ഇല്ല. ഓരോ ആളും ഉയർന്നു വരുന്ന അവസ്ഥ കാണുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തുതി, അത്ര തന്നെ, ദൈവത്തിന് സ്തുതി.
അവരെല്ലാം കൂടി തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ ഒരു വർഷം ഇപ്പോൾ നമുക്ക് ഇത്ര വലിയ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊട്ടി ഘോഷിക്കാനും ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. അശരണരായ ആൾക്കാരെ ഒരു കൂരക്കീഴിൽ കൊണ്ടുവരും, ഒരു കൂര അവർക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ഈ വർഷത്തെ ഒരു ഭവനം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരെ എന്ത് എന്നൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഭവനം റെഡി ആയതിനു ശേഷം മാത്രമേ അറിയുള്ളൂ. അതിനു മുമ്പ് നമ്മൾ പബ്ലിക്കായിട്ട് ഒന്നും ഇൻഫോം ചെയ്യില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് അതിന്റെ കൂടെ നിൽക്കാം. ഒരു കണ്ടീഷനും ഇല്ല. 1 രൂപയോ 1 രൂപ, 5 രൂപയോ 5 രൂപ, എത്രയായാലും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് ഒരു ഇതില്ലാതെ കണ്ടീഷൻ ചെയ്യാം. ഇനി വലിയതായിട്ട് വേണോ വലുതും ആവാം, നമുക്ക് എല്ലാവരും സ്വാഗതം. എല്ലാവരും ഒരുപോലെ പരിഗണിക്കും, എല്ലാവർക്കും ഒരേപോലെ വേണം. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഹാപ്പിനെസ് ചാരിറ്റി ട്രസ്റ്റ് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പൊ തന്നെ ഇന്നും ഒരുപാട് ആൾക്കാർ ചാരിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. 500 അയച്ചവരുണ്ട്, 50 രൂപ 500 രൂപ അയച്ചവരുണ്ട്, 1000 അയച്ചവരുണ്ട്, 1115 രൂപ. അന്ന് തന്നെ നമ്മുടെ അവിടെ തന്നെ വേദിയിൽ തന്നെ നിങ്ങൾ കണ്ടു 11,111 രൂപ സംഭാവന ചെയ്ത ആളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സംഭാവനകൾ ആവാം. അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള ഗുണങ്ങൾ, ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരാളെയും ഒരിക്കലും നമ്മൾ ചോദിച്ചു വരില്ല നിങ്ങൾ അയക്കോ എന്നൊക്കെ. ഒന്നും സന്തോഷപൂർവ്വം സ്വീകരിക്കാം. അത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിനകത്ത് ഒന്നുമില്ല. നിങ്ങൾ നൽകുന്നത് അത് മറ്റു കരങ്ങളിലേക്ക്, അർഹതപ്പെട്ട കരങ്ങളിലേക്ക്, അർഹതയുണ്ടെന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട ആൾക്കാർക്ക് മാത്രം നൽകും. അതിൽ കൂടുതലായിട്ട് ഒരാളെയും പരിഗണിക്കുകയില്ല. ഒരാളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. അർഹതയുണ്ടെന്ന് നമ്മുടെ 36 അംഗങ്ങളടങ്ങുന്ന ചാരിറ്റി കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ അതിനെത്തും. അതുപോലെ തന്നെ ചാരിറ്റി കമ്മിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അതിനൊരു ജനറൽ കമ്മിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ആ ജനറൽ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് നൽകും. അഡ്മിനെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ നിലവിലെ ഇതിലേക്ക് ഷെയർ ചെയ്യപ്പെടും. അപ്പൊ അതിൽ ചെയ്തു. അതിൽ ജോയിൻ ചെയ്തവർ നിങ്ങൾ ഒന്നും ചെയ്യണം. നിസ്വാർത്ഥമായി എന്തെങ്കിലും സേവനം ചെയ്യുന്നോ അത് മാത്രമാണ് അവിടെ കണ്ടീഷൻ. അല്ലാതെ വേറൊന്നുമില്ല, പരസ്യങ്ങളില്ല, ഒന്നുമില്ല. നിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ തയ്യാറായവർ അതിൽ കൂടെ നിൽക്കുക. 1 രൂപ മുതൽ 1000, 10,000, ലക്ഷം എത്രയോടെ നിങ്ങൾക്ക് വേണം ചെയ്യാവുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റി കൂടി നമ്മൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങളാണ് സംസാരിക്കേണ്ടത്. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ലഭിച്ച കാര്യങ്ങളൊക്കെ പറയാം. ഒരു കാര്യം കൂടി ജസ്റ്റ് വെറുതെ സൂചിപ്പിച്ച് പറഞ്ഞു പോട്ടോ. വെറുതെ ഒരു തമാശക്കല്ല, എന്നാലും രസമുള്ള കാര്യം. ഞങ്ങൾ അമ്പലപ്പുഴ പോയപ്പോ കണ്ണനെ കണ്ട് തിരിച്ചു വന്ന് പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ വെച്ച് വെറുതെ കണ്ണനെ കണ്ട വന്നതല്ലേ, എന്നാൽ ഇരിക്കട്ടെ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോയിട്ട് ലോട്ടറി കടയിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എല്ലാം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും അതിനകത്ത് ലോട്ടറി അടിച്ചിട്ടുണ്ട്. തുകയൊന്നും നിങ്ങളോട് ഞാൻ രഹസ്യമായിട്ട് പറയില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ലോട്ടറി ഞാൻ എന്താ പറയാ, സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും. ഓക്കെ, കണ്ണന് കണ്ടൊരൊട്ടും നഷ്ടബോധവും കുറ്റബോധവും ഇല്ല. പുള്ളി നമ്മളെ നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് അതോടുകൂടി മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഒന്നും കിട്ടിയില്ലെങ്കിൽ അന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഞാനവിടെ ശ്രീകലാ മേനോന് കൂടെ ഉണ്ടായ നമ്മുടെ സ്റ്റുഡന്റ് ആണ് ശ്രീകലാ മേനോന് വെറുതെ 2 ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ എടുത്തു കൊടുത്തു. ശ്രീകല ഇത് എടുത്തോ, പൈസ നീ തന്നെ കൊടുത്താൽ മതി, നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. അവർക്കും കിട്ടി ലോട്ടറി, എല്ലാവർക്കും കിട്ടി കേട്ടോ. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ഇത് കണ്ടിട്ട് നാളെ ആരെങ്കിലും സാറേ എനിക്ക് ലോട്ടറി എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് വരണ്ട, ഞാൻ എടുത്തു തരത്തില്ല, നിങ്ങൾ തന്നെ എടുത്താൽ മതി കേട്ടോ. സന്തോഷം. ഓക്കെ, താങ്ക് യു. എന്റെ വൈഫിന് നല്ല സന്തോഷമായിട്ട്, നല്ല ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ടിക്കറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തപ്പോ അവൾക്ക് മേടിച്ചപ്പോ നിങ്ങൾ എന്തോ സംഭവമാണല്ലോ മനുഷ്യാന്ന് ഇന്നലെയെങ്കിലും അവൾ എനിക്ക് അംഗീകരിച്ചു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പായസം കൂടുതൽ തന്നു കേട്ടോ. അതിന്റെ സന്തോഷത്തിൽ അവള്. ഓക്കെ, താങ്ക് യു. എന്ന് നിങ്ങൾ പറഞ്ഞോളൂ, സംസാരിക്കാന്ന് പറഞ്ഞോളൂ കേട്ടോ. ആർക്കൊക്കെയാണ് സംസാരിക്കേണ്ട അൺമ്യൂട്ട് ചെയ്തു 1 by 1 ആയിട്ട്. ഇല്ലേ, ആരും ഇല്ലേ? ഞാൻ മാത്രം സംസാരിച്ചാൽ മതിയോ? പെട്ടെന്ന് പറഞ്ഞു, പിന്നെ ചാൻസ് കിട്ടൂല, പിന്നെ പറഞ്ഞത് കാര്യമില്ല. സംസാരിച്ചോ. സിന്ധു ബാബു ആദ്യം സംസാരിക്കട്ടെ. സാറേ താങ്ക് യു സാർ. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ തൃശ്ശൂർ വന്ന് പങ്കെടുക്കുന്നത്. ഞാൻ ഇത് അറിഞ്ഞിട്ട് സാറിനെ കുറിച്ച് എനിക്ക് ഒരാഴ്ചയായുള്ളൂ ഇതുപോലെ ഒരു അറിവ് കിട്ടിയിട്ട്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഫോൺ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് ഇങ്ങനെ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്ന ആളല്ല. അല്ലെന്ന് വെച്ചാൽ ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റിംഗ്, അതിലൊരു ഫോക്കസ് ചെയ്ത് അങ്ങ് പോകുമായിരുന്നു. അല്ല യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തത്. അപ്പൊ ഈ അടുത്ത ഒരു ദിവസമായിട്ടാണ് എനിക്ക്
ഇപ്പൊ എനിക്ക് ചേച്ചി എൻ്റെ മാറ്റൂർ താമസിക്കുന്ന ചേച്ചി എനിക്കൊരു ലിങ്ക് ഇട്ട് തന്നു. അപ്പൊ അപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗ്, ഇങ്ങനെ ഒരു സംഭവം തൃശ്ശൂർ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് പോകാമെന്ന്, എനിക്ക് സാറിനെ കാണണം. അപ്പം ഞാൻ 1-2 വീഡിയോകൾ ഇങ്ങ് ഇട്ട് തന്നു എനിക്ക്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകണം. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് ജീവിതത്തിൽ ഒത്തിരി ഒരു നല്ല ഉയർച്ചയും കാര്യങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പം നമുക്കൊരു എന്താ പറയേണ്ടത്, ഒരു സഹായത്തിന് ഒരാള്, ഇങ്ങനെ ഒന്ന് നമ്മളെ ഒന്ന് മുന്നോട്ട് നയിക്കാൻ ഒരാള് ഇന്ന് വരെ ജീവിതത്തിൽ കണ്ടു കിട്ടിയിട്ടില്ല. അപ്പം നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. അപ്പം എനിക്ക് ഭഗവാനായിട്ട് കാണിച്ചു തന്ന ഒരാളാണ് സാറ്. അതുകൊണ്ട് തന്നെ ഒത്തിരി തടസ്സങ്ങൾ മുമ്പിലുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ സാറിനെ കാണണമെന്ന ഒറ്റ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ഞങ്ങൾ വന്നെത്തി. എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സാറിനോട് സംസാരിക്കാനുണ്ട്. പക്ഷെ എനിക്കൊരവസരം സാർ എപ്പോഴെങ്കിലും എനിക്ക് പറയാനായിട്ടൊരവസരം എനിക്ക് തന്നാൽ സാറിനോട് എൻ്റെ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് ഈ എല്ലാ കാര്യങ്ങളിലും ഇനിയിപ്പോൾ സാറ് എന്താ ഞാൻ പറയേണ്ടതെന്നറിയില്ല. എന്നാണേലും ദൈവതുല്യമായിട്ട് ഞാൻ കണ്ട എനിക്കൊരു സഹായത്തിനും സപ്പോർട്ടിനുമായിട്ട് സാറ് എനിക്ക് ദൈവം കൊണ്ട് തന്നതാണെന്ന് വിശ്വസിച്ച് ഞാൻ പോവുകയാണ് മുന്നോട്ട്. ഇനിയുള്ള കാലം മുന്നോട്ട് തന്നെ സാറിൻ്റെ ക്ലാസ്സുകളിലും കയറി ഒരു നല്ലൊരു മോട്ടിവേഷനോടുകൂടി മുന്നോട്ട് പോയിട്ട് നല്ലൊരു ജീവിതം എനിക്ക് കണ്ടുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനാണ് താല്പര്യം. സിന്ധു പറഞ്ഞതിന്റെ ബാക്കിയുള്ളവർക്ക് ബാക്കി ഞാൻ പിന്നീട് തരാം. സിന്ധുവിന് എന്തായി സംസാരിക്കാൻ പറ്റാത്തത് ഭയങ്കര എന്താ പറയാൻ വാക്കുകൾ കിട്ടുന്നത്. സിന്ധു ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ഓടിച്ചേരി കാച്ചാടി വന്നതാണ് അല്ലേ? അല്ലെ പ്രസിഡെ വല്ലത് ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം എന്താണ് ഞാൻ പോകുന്നത് വന്ന ആളാണ്. അതുകൊണ്ട് കൂടുതൽ സിന്ധുവിന് സംസാരിക്കാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും 2-3 ദിവസം സമയം തന്നു ഞാൻ സംസാരിക്കാനല്ലേ. സിന്ധുവിന് ആ സാധനം സിന്ധുവിനും അല്ലെ മറ്റാരും കൂടാറുണ്ടായത് സിന്ധുവിന്റെ കൂടെ ഉണ്ടാണ് എന്റെ കൂടെയുള്ള എന്റെ ചേച്ചി തന്നെയായിരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് വന്നത്, സുഭാഷിണി പ്രഭ. സുഭാഷിണി പ്രഭ. ഇവർ രണ്ടുപേരും മുൻകൂട്ടി സംസാരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അല്ലെ? ഇല്ല സാർ, ഞാൻ ഇതിൽ കേറിയായിരുന്നു, പക്ഷെ എല്ലാരും സംസാരിച്ചു. എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ല, എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല, ഞാനിങ്ങനെ നോക്കിയിരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ആ ഒരു ആങ്സൈറ്റി ഉണ്ട്. ഏതായാലും സന്തോഷം. ഇവിടെ ഇരിക്കുക, കുറച്ചു ദിവസം യാത്രയിൽ പോവുക, ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറെയൊക്കെ പറയുന്നതൊക്കെ മനസ്സിലാവും, കൃത്യമായി നിങ്ങൾക്ക് പറയാൻ പറ്റും. ഏറെ സന്തോഷത്തോടു കൂടി എല്ലാവരും സ്നേഹത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു. പറയാൻ സാറിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സാറിനോട് പറയാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മുഖഭാവം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. പക്ഷെ പറയാം, നമുക്ക് കുറച്ച് ദിവസം കൂടി പറയുമ്പോൾ എന്താ വെച്ചാല് ഈ പറയുമ്പോൾ ഇറങ്ങി പോകുന്ന അത്രയും ഭാരം മറ്റെങ്ങനെയും ഇറങ്ങില്ല. അപ്പൊ ആ ഭാരം ഇറക്കി വെക്കാനായിട്ട് നിങ്ങൾക്ക് പറയാം. പക്ഷെ എന്നെ അറിയിക്കാനാണെങ്കിൽ വേണമെന്നില്ല. ആ കാര്യം എന്നെ അറിയിക്കാനാണ് നിങ്ങൾ സംസാരിക്കണമെന്നില്ല. നിങ്ങളുടെ ഭാരം ഇറക്കി വെക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ബാക്കിയുള്ളവർക്ക് മനസ്സിലായി കാണും. ഞാൻ അങ്ങനെ മാത്രമേ അത് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് മറ്റൊരു രൂപത്തിലേക്ക് ആയി പോകരുത് എന്ന് കരുതിയിട്ടാ. സോ ഡോണ്ട് വറി സിന്ധു, കൊണ്ടിരിക്കെ നമുക്ക് പരിഹാരം കാണാം കേട്ടോ. താങ്ക് യു. അടുത്ത ശോഭ പ്രീത പറഞ്ഞോ. ഞാൻ സാറിനറിയാലോ, ഞാൻ ആ 1111 പോർട്ടലിലാണ് ആദ്യമായിട്ട് സാറിന്റെ ക്ലാസ്സിൽ കയറുന്നത്. അതിന് മുമ്പ് അതിനൊരു 3-4 ദിവസം മുമ്പ് സാറിന്റെ 2-3 വീഡിയോ കണ്ട് ഇതിങ്ങനെ ഞാൻ ആക്സിഡന്റലി കണ്ടപ്പോൾ എനിക്കത് കയറണം എന്ന് തോന്നി. പക്ഷെ എന്റെ അന്നേരത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് എനിക്ക് സാറിന്റെ വീഡിയോ കാണുമ്പം എന്റെ മനസ്സ് ശാന്തമാകുന്നത് ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അതിൽ വന്നത്. അത് കഴിഞ്ഞപ്പോഴും എനിക്കിങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു തൃശ്ശൂർ പ്രോഗ്രാമിന് പോകണം. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ഉത്തരം എനിക്ക് കിട്ടണമെന്ന്. പക്ഷെ അന്നേരം ഞാൻ വേറൊരു വീഡിയോ കണ്ടപ്പോ അതിനകത്ത് സാറ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനൊക്കെ പൈസ ചെലവാക്കുന്നു, നിങ്ങൾ ഈ ഇതിന് പൈസ നിങ്ങൾ ഇതാക്കി നിങ്ങൾ വാ, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും എന്ന് സാറ് പറഞ്ഞ ഒരു വാചകത്തിലാണ് ഞാൻ ഉറപ്പിച്ചത് എന്തായാലും ഞാൻ പോകും എന്നുള്ളത്. അപ്പൊ ഞാൻ അവിടെ വരുമ്പോഴത്തേന് ഒരുപാട് തടസ്സങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ സാറിനോട് പറഞ്ഞതാ രാവിലെ പോരാൻ ഇറങ്ങിയപ്പോ ഉള്ള പ്രശ്നങ്ങളൊക്കെ. എന്നിട്ടും ഞാൻ വന്ന്, പക്ഷെ അവിടെ വരുമ്പോ ഉള്ള ആ ഒരു ഇതിലല്ല ഞാൻ തിരിച്ചിവിടെ വരുന്നത്. തിരിച്ചു വരുമ്പോ എന്റെ മനസ്സ് വളരെ ശാന്തമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു, എനിക്കൊരു ഭയം എപ്പോഴും രാവിലെ ഇതിന്
ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ല. അത് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ആ ഒരു ഇത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പൊ ഇല്ല. വളരെ മനസ്സും ചിന്തകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നെഗറ്റീവ്സ് ഒന്നും എന്നിലേക്ക് വരുന്നില്ല. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നു, പോസിറ്റീവായിട്ട്. അതുകൊണ്ട് ഞാൻ സാറിന് ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് 3 മാസത്തിലൊരിക്കലും ഈ ലൈവായിട്ടുള്ളത് നടത്താൻ പറ്റുമോന്ന്. കാരണം ഞങ്ങൾക്ക് വരുമ്പം അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല ഒരു പോസിറ്റീവ്, നമുക്ക് എന്തോ ഒരു ഇത് നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അത് ആ ഒരു ഇതില് ഞാൻ വളരെ ഹാപ്പിയാണ്. എന്റെ കാരണം ഇപ്പൊ എന്റെ മനസ്സും ചിന്തകളും എല്ലാം ഞാൻ പോസിറ്റീവ് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലും ചിന്തകളിലും ഉള്ളൂ. വളരെ ശാന്തമായി മനസ്സ്. അതാ എനിക്ക് പറയാനുള്ളൂ സാറേ. വലിയ ഉപകാരം. പ്രീത പറഞ്ഞത് ഒന്നുകൂടി ചെറിയ രീതിയിൽ മറ്റുള്ളവർക്ക് തിരുത്തി ഒന്ന് പറഞ്ഞോട്ടെ. ഒരു ദിവസം കൊണ്ടാണ് പ്രീത ഇത്തരം കാര്യങ്ങൾ പറയുന്നതെങ്കിൽ 1 മാസം കൊണ്ട് പ്രീത എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത് ആലോചിച്ച് നിങ്ങള്. ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് അല്ലേ? അപ്പൊ അതാണ് ഇതിന്റെ മറ്റൊരു കാര്യം പറയാം. ഇപ്പൊ വന്നവരും വരാത്തവരുമായിട്ടുള്ള വ്യത്യാസം, എവറിത്തിങ് ഈസ് ഓൺ ടൈം. എല്ലാം സമയത്ത് മാത്രം സംഭവിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു സത്യം കൂടി പറയാം. ഒരു വർഷത്തിൽ കൂടുതലായി നമ്മൾ ലൈവ് ക്ലാസ് തുടങ്ങിയിട്ട് അല്ലെ? 1 വർഷത്തിൽ കൂടുതലായി എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നത്. 1 വർഷം മുമ്പ് ആദ്യത്തെ ക്ലാസ് മുതൽ എന്നെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെയ്ഡ് ക്ലാസ്സിൽ പോലും കയറാത്ത, ഒരു ലൈവില് ക്ലാസ്സിൽ പോലും പങ്കെടുക്കാത്ത ആൾക്കാരുടെ ഉണ്ട്. ഒരു മാറ്റവും സംഭവിക്കാത്ത ആൾക്കാരുടെ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അവർക്കാണ് ഏറ്റവും വലിയ അവാർഡ് കൊടുക്കുന്നത്. കാരണം പിന്നെ അവർ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. ഒരു മാറ്റവും വന്നിട്ടില്ല അന്ന്. പക്ഷെ ഞാൻ പെയ്ഡ് ക്ലാസ്സിൽ വരുന്നല്ല പറഞ്ഞതിനർത്ഥം, മാറ്റത്തിനും സമയമുണ്ട് എന്ന്, മാറ്റത്തിനും ഒരു സമയമുണ്ട് എന്ന് അംഗീകരിക്കുക. നമ്മൾ വിചാരിക്കും എല്ലാം ഭയങ്കര സംഭവം, അതിന്റെ സമയം നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതുക. ആ അനുഗ്രഹത്തെ എടുത്തു വെക്കുക, എന്നിട്ട് അതിനു വേണ്ടി ഒരു പ്രവർത്തനം തയ്യാറാവുക. നെക്സ്റ്റ് ആരാ പറയാനല്ലേ? താങ്ക് യു പ്രീത, താങ്ക് യു. പൂച്ചക്കുട്ടി സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എന്റെ അന്വേഷണം പറഞ്ഞു കേട്ടോ, എല്ലാം ശരി. ഓക്കെ, അടുത്ത ആള്. പറഞ്ഞോ. ഞാന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ സംഭവത്തില് എനിക്ക് എന്താ പറയാ, അറിയാതെ ആടായി പോയതാണ് ഈ ഗ്രൂപ്പില്. അപ്പൊ എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോ ഞാൻ പ്രസീത മാമിനോട് പറഞ്ഞു, മാം ഞാൻ അറിയാതെ ആടായതാണ്. എനിക്ക് ഡിസംബർ ലാസ്റ്റ് ഞാൻ നാട്ടിൽ വരാനായിട്ട് ഇരുന്നതാ. അടുത്ത മാസം ലാസ്റ്റേ വരുന്നുള്ളൂ എന്ന് വിചാരിച്ചിരുന്നിട്ട് ഞാൻ അറിയാതെ ആടായി. അത് ശരിക്കും എനിക്ക് ഇവിടെ വരാനും ഈ സാറിനെ നേരിട്ട് കാണാനും ഇതിൽ പങ്കെടുക്കാനും ദൈവം എന്നെ അനുഗ്രഹിച്ചു വിട്ടത് കൊണ്ട് അറിയാതെ ആണെങ്കിൽ പോലും ഞാൻ അതിനകത്ത് ആടായി പോയതാണ്. അപ്പോഴും പ്രസീതാമ്മ പറഞ്ഞു, എന്തായാലും അവിടെ കിടക്കട്ടെ, ഗ്രൂപ്പിൽ നിന്ന് മാറണ്ട, ചിലപ്പോ കൂടാൻ പറ്റിയാലോ. ആ ഒരു വാക്കാണ് എന്നെ പിടിച്ചത്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ? എനിക്ക് നാട്ടിൽ വരണമെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് പോന്നാൽ മാത്രം മതി. ഇപ്പൊ ഞാൻ ആലോചിച്ചു എന്തായാലും പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ടിക്കറ്റ് നോക്കി കഴിഞ്ഞപ്പോഴാണ് സാറിന്റെ ഒരു വീഡിയോയിൽ പറയണ്ടായത് 16-ാം തീയതിയാണ് പ്രോഗ്രാം ബുക്ക് ചെയ്തതെന്ന്. അപ്പൊ ഞാൻ മാഡത്തിനോട് ചോദിച്ചു, അന്ന് മാഡം 16-ാം തീയതി ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, അല്ല പ്രസീതമ്മ പറഞ്ഞു സാറിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും എനിക്ക് കൂടാൻ വേണ്ടിട്ട് അത് 23-ലേക്ക് മാറ്റി. എന്താ അത്ഭുതം നോർത്തേക്ക്. അപ്പൊ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, 20-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ വന്നു, ഒരു തടസ്സങ്ങളും കൂടാതെ എനിക്ക് വരാൻ പറ്റി. ഭയങ്കര അനുഗ്രഹമായിട്ട്, എനിക്ക് അറിയില്ല ആ സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കണം എന്നുള്ളത്. ഭയങ്കര അനുഗ്രഹമായി. മെഡിറ്റേഷനൊക്കെ എനിക്ക് വല്ലാത്തൊരു അനുഗ്രഹമായിരുന്നു, വല്ലാത്തൊരു അനുഭവമായിരുന്നു. എനിക്കറിയില്ല, എന്തായാലും എന്റെ മനസ്സ് ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഒരു പരിചയം ഇല്ല. ഇപ്പൊ പറഞ്ഞ സിന്ധു ബാബു എന്ന് പറഞ്ഞ ആളെ കട്ടപ്പനയിൽ വന്ന് ഞങ്ങള് കോണ്ടാക്ട് ചെയ്ത തൊടുപുഴ വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. ആ സിന്ധു എന്ന് പറഞ്ഞ അവരുടെ ചേച്ചിയുടെ, സുഹാസിനി എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തു. ഞങ്ങൾ 3 പേരും കൂടി അവിടെ വന്നു. അപ്പൊ സുമ എന്ന് പറഞ്ഞ ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സുമ ചേച്ചിനെ അവിടെ വെച്ച് കണ്ട് ഞങ്ങള് പരിചയപ്പെട്ട്, നമുക്ക് ഗുരുവായൂർ പോവാം, ചേച്ചിക്ക് കൂട്ടില്ല, എന്നോടും കൂടി കൂടെ ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് അവിടെ ഗുരുവായൂരും പോയി. ഞങ്ങൾ ഒന്നിച്ച് അവിടെ സ്റ്റേ ചെയ്തു. ഒന്നിച്ച് ഞങ്ങൾ ഇവിടെ തിരിച്ച് തൊടുപുഴ വരെ വന്നു. ചേച്ചി അങ്ങോട്ടും പോയി, ഞാൻ ഇങ്ങോട്ടും പോന്നു. അങ്ങനെ അത് ഞങ്ങള് അങ്ങ് സംസാരിച്ച് ശരിക്കും എനിക്കൊരു ചേച്ചീനെ കിട്ടിയതുപോലെ തന്നെയായി. സുമ ചേച്ചിയായിട്ട് സംസാരിച്ച് ഭയങ്കര അറ്റാച്ച്ഡ് ആയി. പിന്നെ എന്നിട്ട് സിന്ധുവിനെ വിളിച്ചു, സുഹാസിനി ചേച്ചിനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു, സംസാരിച്ചു.
അങ്ങനെ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു അനുഭവം വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല. ഒരുപാട് നന്ദി. സാറിനെ കാണാൻ പറ്റി, സാറിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റി, എല്ലാവരെയും കാണാൻ പറ്റി, മാഡത്തിനെ കാണാൻ പറ്റി, പ്രസീത മാമിനെ കാണാൻ പറ്റി, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവരുമായിട്ട് പരിചയപ്പെടാൻ പറ്റി. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യമാണ് എനിക്കത്. ഒരുപാട് നന്ദി. താങ്ക് യു. അവിടുന്ന് വന്ന് അമ്പിളി സന്തോഷം നല്ല നന്നായി അല്ലേ വേറെ എല്ലാം എനിക്ക് എല്ലാം ഒന്നും പറയാനില്ല. എനിക്ക് അങ്ങനെ വേറെ വലിയ പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും എനിക്ക് ഷെയർ ചെയ്യാൻ അങ്ങനെ ഒന്നുമില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. വളരെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. സുമാനിലിന്റെ കാര്യം എനിക്ക് ഓർമ്മ. സുമാനിലല്ലേ വന്നത് കൂടെ അല്ലേ? സുമാനിൽ എന്ത് വിഷയങ്ങളുമായിട്ടാണ് വന്നത് ക്ലാസ്സിലേക്ക്? ഇപ്പോ എത്ര പെട്ടെന്നാണ് സുമയുടെ ജീവിതത്തിൽ മാറ്റം വന്നത് അല്ലെ? സംസാരിച്ചു. ദൈവം ശരിക്കും കൈപിടിച്ച് നടത്തുകയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത്രയും മാറ്റങ്ങളാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അടുത്താരാ ഉണ്ടോ? നിങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞു. ഞാൻ പറയാം, ശ്രീലതയാണ് സാറ്. ശ്രീലത പറ. അറിഞ്ഞിരിക്കണ്ട. എനിക്ക് ഏറ്റവും വലിയ മിറാക്കിള് എനിക്ക് ടെൻഷനായിരുന്നു. സാർ 23-ാം തീയതി വെക്കുമ്പോൾ 10-ാം തീയതി ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സ്ഥലത്തില്ല, ഔട്ട് ഓഫ് കൺട്രി ആയിരുന്നു. അതെല്ലാം സാറിന്റെ കൃപ കൊണ്ടാണ് അങ്ങനെയൊക്കെ ഔട്ട് ഓഫ് കൺട്രി ഒക്കെ പോകാൻ എന്റെ ജീവിതത്തിൽ സാധിച്ചതെന്ന് പ്രത്യേകം എടുത്തു പറയണം. അപ്പൊ 10-ാം തീയതി ക്ലോസ് ചെയ്യുന്ന പറഞ്ഞപ്പോ മാഡത്തിനോട് പറഞ്ഞു, പ്രസിദ്ധ മാഡത്തിനോട് പറഞ്ഞു, എന്റെ 10-ാം തീയതി ക്ലോസ് ചെയ്യല്ലേ, ഞാൻ തിരിച്ച് 13-ാം തീയതി എത്തുള്ളൂ, ഞാൻ വന്നിട്ടേ ക്ലോസ് ചെയ്യുള്ളൂ. സാറ് 1-to-1 നമ്മളോട് സംസാരിക്കുമെന്ന് പറഞ്ഞ ഡേറ്റ് 10-ാം തീയതി അല്ലേ ആദ്യം പറഞ്ഞു. അപ്പൊ തന്നെ ടെൻഷനായിരുന്നു. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ടും ഈ ലാസ്റ്റ് വീക്കല്ലേ സാറ് സംസാരിച്ചത്, അപ്പൊ തന്നെ സമാധാനമായി. പിന്നെ പേയ്മെന്റ് കൊടുക്കണ പ്രശ്നം, പേയ്മെന്റ് കൊടുക്കാൻ ലാസ്റ്റ് ഞാൻ വന്നതിന് ശേഷമല്ലേ പേയ്മെന്റ് കൊടുക്കണേ. അപ്പൊ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല, അങ്ങനെ ടെൻഷൻ പിടിച്ചൊക്കെ വന്നത്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് തലേ ദിവസം എനിക്ക് നമ്പർ കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയത് 111 ആണ് സീറ്റ് നമ്പർ കിട്ടിയത്. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു യൂണിവേഴ്സ് എനിക്ക് എന്റെ കൂടെ ഉണ്ട്, നല്ലൊരു ചേഞ്ച് ഈ തൃശ്ശൂർ പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് ഞാൻ മനസ്സിൽ ശരിക്കും വിചാരിച്ചു. അന്ന് ഞാൻ ശരിക്കും വരുന്നതിന് തലേദിവസം ആ നമ്പർ കണ്ടിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് രാവിലെ ആയി അവിടെ വന്ന് അത് അറ്റൻഡ് ചെയ്യണമെന്നുള്ള ആ ഒരു ഇതായിരുന്നു. എന്താണ് നമുക്ക് ആ മിറാക്കിള്. പക്ഷെ എനിക്ക് വ്യത്യാസം തന്നെ അതിന്റെ ചേഞ്ചസ് വരാൻ തുടങ്ങി സാറേ. സാറിന് അറിയാം, ഞാൻ ആദ്യം സാറിനോട് സംസാരിച്ചതും ഞാനിപ്പോ ഉള്ള പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയത് കൊച്ചിയിൽ വെച്ചാണ് സാറിനോട് ആദ്യമായിട്ട് സംസാരിച്ചത്. അന്ന് ഉള്ളതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ എന്റെ ജീവിതത്തിലും വന്നു തുടങ്ങി. ഞാൻ എല്ലാ കാര്യത്തിനെയും പോസിറ്റീവായി കാണാൻ തുടങ്ങി. മറ്റേത് എനിക്ക് പെട്ടെന്ന് ഞാൻ സാഡ് ആകുമായിരുന്നു, അതൊക്കെ മാറ്റിയെടുത്തു. സാറിന്റെ ക്ലാസ്സാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. സാറിന്റെ കൂടെ സംസാരിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമ്മള് തടസ്സങ്ങള് ഒന്നും, അങ്ങനെയുള്ള തടസ്സം എന്നൊരു വാക്ക് തന്നെ ഞാൻ മാറ്റി. എന്തിനെ ഞാൻ മുന്നോട്ട് പോകും, എന്ത് വന്നാലും മുന്നോട്ട് പോകും എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വന്നു. ഞാൻ അതുകൊണ്ടാണ് തൃശ്ശൂര്, എനിക്ക് മറ്റേ കോഴിക്കോട് വരാൻ പറ്റില്ല, അന്ന് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പൊ ഈ തൃശ്ശൂരെങ്കിലും എനിക്ക് വരണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വന്നത്. പക്ഷെ അപ്പൊ എല്ലാം കൊണ്ടും എല്ലാം വളരെ സന്തോഷമായി. അപ്പൊ സാറിന് പ്രത്യേകം കൺഗ്രാജുലേഷൻസ് കൂടി പറയണം. ഈ തൃശ്ശൂര് വന്നിട്ട് അതും കണ്ണന്റെ അടുക്ക വെച്ചിട്ട് സാറിന് 1 lakh കിട്ടിയത് സബ്സ്ക്രൈബേഴ്സ്. എല്ലാം കൊണ്ടും നല്ല ക്രൗഡായിരുന്നു. എനിക്ക് നിങ്ങളുടെ എനർജി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചാടി നിൽക്കായിരുന്നു, നന്ന ചാടി നിൽക്കായിരുന്നു. അങ്ങനെയാണ് സാറേ. നമ്മള് ആൾക്കാരെ ഇത് ചെയ്യുമ്പോഴേ, ഈ അനലൈസ് ചെയ്യുമ്പോഴേ, അല്ല കുറെ മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഈ കാലിലെ ചലനം നമ്മൾ ആദ്യം നോക്കും. കാലിലെ ചലനത്തെ പ്രത്യേകത എന്താ പറയുക, ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ദൃഢമായ മനസ്സും കറേജ് അല്ലെങ്കിൽ വ്യക്തമായ ബോധമുള്ള ആൾക്കാരുടെ കാലിലേക്ക് നോക്കിയാൽ അവരിങ്ങനെ കാലൊക്കെ വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിരിക്കും. കാലിൽ വെച്ച് പോകുന്ന യാത്ര അല്ലെങ്കിൽ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ്നെസ് ഫീൽ ചെയ്യും. അത് ഒരു ദിവസം എപ്പോഴെങ്കിലും ക്ലാസ് സമയം ഉണ്ടാകുമ്പോൾ പഠിപ്പിച്ചു തരാം. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്ക്, സ്ഥിരത പോകുമ്പോൾ ഒരു ചട്ടം അവിടെ ചെന്നിട്ട് എന്നോട് സാറ് എനിക്ക് കിട്ടിയല്ലോ 111 എന്ന് പറയുമ്പോ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഇതുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മൾ മനുഷ്യനല്ലേ, അപ്പൊ ഇടയ്ക്കൊന്ന് ഡൗൺ ആവും. പക്ഷെ നമ്മൾ തന്നെ തിരിച്ചു റിട്ടേൺ ആയിട്ട് വരും. അത് എപ്പോഴും അത് ഓർത്ത് വെക്കുക. ഇടയ്ക്ക് ഡൗൺ ആവും, അത് കുഴപ്പമില്ല. പക്ഷെ മനുഷ്യനാണ്, പിടിച്ചു കയറി വരണം. തിരിച്ചു കയറി വരും. നമ്മൾ തന്നെ തിരിച്ചു കയറി വരും. നമുക്ക് നമ്മൾ പെട്ടെന്ന് റൗണ്ട് ചെയ്ത് വരും. നമ്മൾക്കത് അങ്ങനെ പോയാൽ ശരിയാവില്ല. നമ്മൾ തന്നെ തീരുമാനിക്കും, നമ്മളെ അടിച്ചു താത്തും. അപ്പൊ സാറിനോട് സംസാരിക്കണം. അതാണ് ഈ നീണ്ടു പോണത്. ഭംഗിയും നല്ലതായിരുന്നു. കുറെ ആൾക്കാർ എല്ലാരും പരിചയപ്പെടാൻ പറ്റി. എല്ലാവർക്കും ഞാനും പ്രീതയും കൂടെ വന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ട്
ഞങ്ങൾ ഓക്കെ. ഒരുമിച്ച് ഒരേ ട്രെയിനിലാണ് വന്നത്. എല്ലാം ഓക്കെ. നല്ലതായിരുന്നു സാർ, എല്ലാം നല്ല മീറ്റിംഗ് ആയിരുന്നു. നമുക്കിനി അടുത്ത മീറ്റിംഗിൽ പ്രീത വീണ്ടും കാണാം. പ്രീത നിങ്ങൾക്ക് പറ്റിയ കൂട്ടാണ്, കൂട്ടിക്കോ. ഞങ്ങള് ഇന്നലെ ഒരുപാട് നേരം സംസാരിച്ചു. ഇന്നലെ വീണ്ടും ഓഫീസ് ടൈമിൽ തന്നെയായിരുന്നു. ഇന്നലെ ലഞ്ചിന്റെ ബ്രേക്കിന്റെ ഇടയ്ക്ക് തിരിച്ചു പോകാൻ ഓക്കെ. പ്രീത ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ 2 ട്രെയിനിലാണ് തിരിച്ചു പോയെ. അപ്പം ഇന്നലെ ഞങ്ങൾ വീണ്ടും സംസാരിച്ചു. ഇനി എവിടെയെങ്കിലും ഞങ്ങള് അടുത്ത മീറ്റിംഗ് ആണെങ്കിൽ വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചേ പോകുള്ളൂ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അങ്ങനെ നല്ല ശരി. നമുക്ക് നല്ല ഇത് കിട്ടുമല്ലോ, നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടും. എന്റെ അടുത്തിരുന്നവരാണെങ്കിൽ ഒരാള് നമ്മുടെ തുളസിയായിരുന്നു, നമ്മുടെ പിന്നെ ഒന്ന് ശൈലജ, ഒരാൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നതായിരുന്നു ശൈലജ. അവരൊക്കെ ആയിട്ട് നല്ല അടുപ്പം വന്നു. അവർക്കൊരു ആഗ്രഹമായിരുന്നു സാറിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്നുള്ളത്. അവരിങ്ങനെ മടിച്ച് എങ്ങനെ സാറിന്റെ അടുക്കലേക്ക് വരും എന്ന് മടിച്ചു നിന്നു. അപ്പൊ ഞാൻ ഫോട്ടോ എടുത്തത് കേട്ടപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കും ഒന്ന് ഫോട്ടോ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകും അങ്ങോട്ടെന്ന് ചോദിച്ചു. അങ്ങനെയാണ് അവർക്ക് ഫോട്ടോ എടുത്തിട്ട് അവർക്ക് എന്തോ ഒരു സ്വർഗം കിട്ടിയ തുല്യമായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. ഞാൻ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ സാർ, നമുക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നെക്സ്റ്റ് ആരാ? പെട്ടെന്ന് പറയൂ. യെസ്, ആരാ? കഴിഞ്ഞോ? ഓക്കെ. കഴിഞ്ഞോ? ഓക്കെ. എല്ലാവരും പറഞ്ഞോ? പിന്നെ മിസ്സായി പോയി തോന്നണ്ട. നിങ്ങൾക്കുള്ള സമയമാണ് സംസാരിക്കാൻ. അവിടെ വന്നപ്പോ തന്നെ ഞാൻ ചോദിക്കാൻ നോക്കും, പലർക്കും പറയാനൊന്നും ഇല്ല അല്ലേ? ഞാൻ പറയട്ടെ സാറേ? പറഞ്ഞോ, സന്തോഷം പറഞ്ഞോ. ലതാ സരസ്വതി, ഞാൻ തേടി നടക്കണം. വേറെ അറിയോ? അതൊക്കെ പറഞ്ഞു. സാറേ, എനിക്ക് യൂട്യൂബിൽ പറയാൻ വേണ്ടിയിട്ട്, പിന്നെ ക്യാമറയുടെ മുമ്പിൽ പറയാൻ വേണ്ടി 2 പേര് എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തി. ക്യാമറ എടുത്തോണ്ട് പോകുന്നവരെ ഞാൻ നിന്നു, പക്ഷെ അതെനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. എന്താ അവിടെ അത്രയൊക്കെ ആൾക്കാർ പറയാനുണ്ടായിരുന്നു. അങ്ങനെയാണോ? ഞാൻ കരുതി ക്യാമറമാൻ ചതിച്ചു ആൾക്കാര്. അല്ല, പുള്ളി അവസാനം അപ്പുറത്ത് ക്ലാസ് തുടങ്ങിയെന്ന് പറഞ്ഞ് ക്യാമറ എടുത്തോണ്ട് പോയി. പിന്നെ ഞാൻ പറയാ പോകുന്നു. അപ്പൊ വേണ്ട, നിങ്ങളുടെ സ്വന്തം ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് പറഞ്ഞു, എന്നിട്ട് ഇങ്ങോട്ട് വിട്ടോ, സാറ് കേൾക്കും. ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ ഗ്രൂപ്പിലേക്ക് വന്നതും സാറിനോട് സംസാരിക്കും. ഞാൻ 1 to 1 എടുത്ത് സാറിനോട് ഞാൻ സംസാരിച്ചിരുന്നു അന്ന് ഒരിക്കല്, ജൂലൈയില്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നത് മെഡിറ്റേഷൻ ആണ്. മോർണിംഗ് ഇപ്പൊ ഒരു പൗർണമി മെഡിറ്റേഷന് ജോയിൻ ചെയ്തു. പിന്നീട് അപ്പൊ അത്രയും നാളേ ഉള്ളൂ, ജൂലൈ മുതൽ ഇങ്ങോട്ടുള്ള യാത്രയേ ഉള്ളൂ എനിക്ക് ഹാപ്പിനെസ് മാസ്റ്ററിയുമായിട്ട്. പക്ഷെ ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന കുറെ ആകുലതകൾ, പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ എന്റെ ജീവിതത്തിലും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ വ്യാകുലപ്പെടുന്നില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടൊന്നും അങ്ങനെ ഒരു ടെൻഷനോ ഒരു ബുദ്ധിമുട്ടോ എനിക്കില്ല. അതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നതും. അത് ഞാൻ എന്തായാലും അച്ചീവ് ചെയ്തു ഈ യാത്രയിലും. പിന്നെ മോർണിംഗ് മെഡിറ്റേഷനിൽ ഞാനൊരു 4 മാസത്തോളം ഉണ്ടായിരുന്നു. പിന്നെ പല കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ബിസിനസ് മെന്റർഷിപ്പിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഇത് ലോഞ്ച് ചെയ്തു. അത് എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു യൂട്യൂബിൽ അവിടെ വന്ന് ലൈവായിട്ട്, പക്ഷെ സാധിച്ചില്ല. പിന്നെ ഇന്ന് എന്റെ ഫസ്റ്റ് ഒരു പിന്നെ ഓൺലൈനായിട്ട് ഒരാള് പൈസ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ആദ്യത്തെ അങ്ങനത്തെ ഒരു വിൽപ്പന നടന്നിട്ടുണ്ട്. എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു ഇന്ന്. അപ്പൊ അങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ആ രീതിയിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്ങനെയെങ്കിലും ഒക്കെ ഒരു റീസെല്ലിങ്ങുമായിട്ട് പോകണമെന്ന് വിചാരിച്ച് നടന്നതാണ്. പക്ഷെ ഞാനിപ്പോ ഒരു സ്വന്തമായിട്ടൊരു നല്ല രീതിയിലേക്ക് പോകുന്നത് തന്നെയാണ് എന്റെ പ്രതീക്ഷ ഇപ്പോഴും. പക്ഷെ നമ്മൾ ന്യൂ കമർ ആയതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ പോവുള്ളൂ, അത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ഇന്ന് വളരെ ഹാപ്പി. എനിക്ക് ഇന്ന് അങ്ങനെ ഒരു പൈസ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്നപ്പം. അപ്പം അത് ഞാൻ ആ സന്തോഷം എല്ലാവരോടും പങ്കുവെക്കുന്നു. പിന്നെ അതിൽ ഫസ്റ്റ് ഇങ്ങനെ വന്നതിന്റെ എന്റെ പാർട്ടിലുള്ള പ്രോഫിറ്റ് ഞാൻ ചാരിറ്റിക്ക് കൊടുക്കും. താങ്ക് യു. ഒരു ചെറിയ തിരുത്ത് ചേർത്തിക്കോട്ടെ, അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ തന്നെ തിരുത്തിക്കോട്ടെ. പറയൂ സാറേ. പതുക്കെ അല്ല, നിങ്ങൾക്ക് വലിയ പോക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് പതുക്കെ പോകേണ്ട ആളല്ല. അതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യണ്ട, വലുതന്നായിട്ട് പിടിച്ചു. ആ കാര്യം ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്. യു ആർ ഗോയിങ് ടു റോക്ക്. നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. ചെറിയൊരു പിടുത്തം, ആ പിടുത്തത്തെ ഒന്ന് വിടാനുണ്ട്. സാർ, ഇന്ന് വേറൊരു കാര്യം കൂടി. ഇന്ന് എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വൈദ്യുതി ബോർഡിലെ മുൻ ഡയറക്ടർ ആയിരുന്ന ഒരു സാറിന്റെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സാറ് റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു പിന്നെ ഓൾഡ് ഏജിലുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവര് കുറെ ബാങ്ക് എംപ്ലോയീസും BSNL ജീവനക്കാരും ഒക്കെ കൂടിയായിട്ടൊരു ഇത് നടത്തുന്നുണ്ട്. അപ്പൊ സാർ അതിന് എന്നോട് ജോയിൻ ചെയ്യാൻ നേരത്തെ എന്റെ ഒരു ഫ്രണ്ട് വഴി എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തിരക്കാണ്, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയുണ്ട്, എന്റെ അമ്മയ്ക്ക് 85 വയസ്സുണ്ട്. ഞാനും അമ്മയും കൂടെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്.
അപ്പൊ എനിക്ക് എനിക്കപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. സാറപ്പൊ ഇന്നിപ്പോ എന്നെ സാറ് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയുള്ള ആൾക്കാരെ തന്നെയാണ് എനിക്ക് വേണ്ടത്, ലതയ്ക്കത് കഴിയും. സാറ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ കൂടെ ഒരാളായിട്ട് നിൽക്കണം. രണ്ടാമത് ഇവർക്ക് ഈ വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഏറ്റെടുക്കണം. പിന്നെ അവര് MSW പാസ്സായ കുറച്ച് കുട്ടികളെ അവരെടുക്കുന്നുണ്ട്, അവരുടെ യൂണിഫോം അങ്ങനത്തെ കുറെ കാര്യങ്ങളും കൂടി എന്നെ ഏൽപ്പിക്കുന്നുള്ള രീതിയിൽ സാർ സംസാരിച്ചു. ഇപ്പൊ ഫെഡറൽ ബാങ്കിന്റെ AGM ആയിരുന്ന ഒരു സാജു എന്നോ മറ്റോ പേരല്ല, പുള്ളിക്ക് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു സംസാരം ഇന്നിപ്പോ വന്നിട്ടുണ്ട് എന്റെ അടുത്ത്. നല്ല കാര്യം. സന്തോഷം. അപ്പം അതൊക്കെ ഇപ്പൊ ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞു, എനിക്ക് കൊച്ചി പ്രോഗ്രാമിന് വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മകന് കോവിഡ് വന്നു, എനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ല. കോഴിക്കോട് പിന്നെ അമ്മയെ ഒറ്റയ്ക്കിട്ടിട്ട് എനിക്ക് വരുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കോഴിക്കോട് പ്രോഗ്രാമിന് ഞാൻ വരാറുന്നത്. പക്ഷെ ഇന്നിപ്പോ എന്തായാലും തൃശ്ശൂർ ഞാൻ നേരത്തെ തന്നെ ഞാൻ ബുക്ക് ചെയ്തു. എനിക്ക് നമ്പർ 5 ആയപ്പോ വിചാരിച്ചു എനിക്ക് സീറ്റ് പുറകിലായി പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ 6ാമത്തെ നമ്പറിൽ ഞാൻ ബുക്ക് ചെയ്യുകയും ചെയ്തു. അപ്പം വന്നു, കണ്ടു, എല്ലാവരെയും കണ്ടു. നേരത്തെ നമ്മൾ സൂമിലൊക്കെ കണ്ടിരുന്ന പലരെയും ഡയറക്റ്റ് കാണാൻ സാധിച്ചു. കാരണം ആദർശം ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കുന്നതാണ് എന്തെങ്കിലും കാര്യം വെച്ച്. നല്ല കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി. എന്റെ ഇപ്പോഴത്തെ ബ്രഹ്മകുമാരിസിൽ ഇതുകൾ ചെയ്യുന്ന സരിത രാജു എന്ന് പറഞ്ഞിട്ടൊരു മാഡം ആയിരുന്നു. കുറെ സംസാരിച്ച് രാവിലെ എനിക്കിന്ന് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായി ഇന്നലെ തന്നെ. അപ്പൊ കുറച്ചുപേരെ കാണാൻ കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരുടെയും ഇങ്ങനെ പോസിറ്റീവ് വൈബ് വരുമ്പോഴത്തേക്കും നമ്മളും ആ കൂടെ പോസിറ്റീവ് ആയി പോകും. നമ്മൾ പോസിറ്റീവ് ആണ്, എന്നാലും നമ്മൾ കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആവും. പിന്നെ യാത്രയൊക്കെ എനിക്ക് സുഖമായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും സൗകര്യമായിട്ട് എനിക്ക് പോകാനും വരാനും കഴിഞ്ഞു. ഇന്ന് പെരും മഴയായിരുന്നു തിരിച്ച് ഞാൻ വരുന്ന യാത്രയിൽ. പക്ഷെ ഞാൻ ഇവിടെ എന്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ ഉണ്ടായില്ല. അമ്മയ്ക്കും വലിയ സന്തോഷം, ഞാൻ വേഗം പോയി എത്തി. ഞാൻ അത്ര നേരത്തെ വരുമെന്ന് വിചാരിച്ചില്ല. ഒറ്റയ്ക്ക് സഹായി ഉണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ ഇറങ്ങി കഴിയുമ്പോ ഭയങ്കര ഒരു ടെൻഷനാണ്. ഈ പ്രായം ഇത്ര ആയതുകൊണ്ട്. സന്തോഷം. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സന്തോഷം. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് വീഴും എന്നുള്ളൊരു തോന്നലുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ 85 വയസ്സാന്ന് പറഞ്ഞാൽ കണ്ടാൽ എന്റെ ചേച്ചിയാന്നേ പറയുള്ളൂ കേട്ടോ. അമ്മക്ക് അതേ പ്രായം തോന്നിക്കൂല. അനിയത്തിക്ക് പ്രായം കൂടിയതല്ലല്ലോ അല്ലെ? അല്ല, അമ്മ പ്രായം പറയില്ല, പ്രായം ആരോടും പറയില്ല. പറഞ്ഞാൽ എനിക്ക് അത്ര വയസ്സൊന്നുമില്ല, ഇവള് വെറുതെ പറയാന്ന് പറയും. സന്തോഷം. അമ്മയുടെ എന്റെ അന്വേഷണം, സ്നേഹാന്വേഷണം. താങ്ക് യു. ശരി, സന്തോഷം. നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ്സിൽ ഒരുപാട് ബിസിനസ് കുറച്ചും കൂടി ഒന്നുകൂടി ഫൈൻ ട്യൂൺ ചെയ്ത് നമ്മൾ ബിസിനസ്സിന് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോഴുള്ളതിനേക്കാളും എഫക്റ്റീവായിട്ട് മറ്റു കാര്യങ്ങൾ നമ്മൾ ബിസിനസ്സിൽ പഠിക്കാം. കുറെ കാര്യങ്ങൾ ബിസിനസ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് നന്നായിട്ട് മാറ്റും. നിങ്ങൾക്ക് അതിന്റെ കറേജ് ഉണ്ട്. സോ യു വിൽ ബി ഹാവിങ്, നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. സന്തോഷം. യെസ്, താങ്ക് യു. ഇപ്പൊ ഏറ്റവും സങ്കടം തന്നെ 100 പേര് ലിമിറ്റ് ആയി പോയതുകൊണ്ട് ലൈവ് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും, വരാൻ പറ്റില്ല പലരും. യെസ്, പറഞ്ഞു. സാറിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ലല്ലോ, ഇന്ന് 2 മിസ്സിംഗ് ഉണ്ടായി. വളരെ അല്ല, 2 മിസ്സിംഗാ. ചെറിയ പറഞ്ഞ സംഭവം തന്നെ പറഞ്ഞില്ലായിരുന്നു. ഇതിപ്പോ ഏതായാലും നിർത്തി വെക്കാണ്. മെഡിറ്റേഷൻ ഒക്കെ തുടങ്ങി എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. അതായിരിക്കും നന്നാവുക. മെഡിറ്റേഷൻ എല്ലാം തുടങ്ങി നാളെ മുതൽ തുടങ്ങാൻ. ഒന്നുകൂടി ശരിയായിരിക്കും. പക്ഷെ എനിക്ക് നിങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നല്ലൊരു പോസിറ്റീവ് ഉള്ള ആളാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വാക്ക് നമ്മൾ മണിക്കൂർ 2 മണി, ഞാൻ അത്രയും വാച്ച്, ഞാൻ എല്ലാവരും വാച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ്. 2 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ നേരം നമ്മൾ സംസാരിച്ചു. ആ 2 മണിക്കൂർ നിങ്ങൾ ഒരു വാക്ക് പോലും, ഒരു കുറ്റപ്പെടുത്തലുകളോ, ഒരു എന്താ പറയാ കുറ്റബോധമോ, ഒരു നെഗറ്റീവ് വാക്കുകളോ ഒന്നും പറയാതെ ഇന്ന് അത്രയും വ്യക്തമായി വളരെ ലിമിറ്റഡായി സംസാരിച്ചെങ്കിലും എല്ലാം നിങ്ങൾക്ക് വേണ്ട സ്വസ്ഥമായി സമാധാനമായിട്ട് പോകുന്ന എല്ലാ വാക്കുകളും ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നി നിങ്ങളെ ഞാനൊന്നും കൂടുതൽ പഠിപ്പിക്കാനില്ല, പക്ഷെ നിങ്ങളത് അനുഭവിക്കാൻ മാത്രം യോഗ്യത ഉണ്ടാക്കിയാൽ മാത്രം. നിങ്ങൾ നന്നായിട്ട് അനുഭവിച്ചു കൊണ്ടുപോകുന്ന ആളാണ്. നിങ്ങളുടെ ലിമിറ്റേഷൻസ് അറിയാം. പക്ഷെ സന്തോഷം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സന്തോഷം. താങ്ക് യു സാർ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സുഖമാണ്. കാരണം വെച്ചാൽ അവരൊന്നും ലൈഫിന്റെ ലിമിറ്റേഷൻസ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ലൈഫിനെല്ലാം നല്ല രീതിയിൽ കാണുന്നുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അറിയാതെ വന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അറിയാതെ ആണത്, അതുപോലും അറിയില്ല. അപ്പൊ നമുക്ക് നല്ല മഴ പെയ്തു എന്ന് ഉദ്ദേശിക്കുന്നത് ഭംഗിയായ മഴ പെയ്തു എന്നല്ല.
ഹെവി ആയിട്ടുള്ള മഴ പെയ്തു എന്നാണ് നല്ല മഴ പെയ്തു എന്നതിന്റെ വാക്കിന്റെ അർത്ഥം. അതായത് നല്ലോണം മഴ പെയ്തു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര മഴ എന്നിട്ട് പറയുന്ന വാക്കെന്താ? ഭയങ്കര മഴയായിരുന്നു. ഈ ഭയങ്കരം പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എവിടേക്ക് പോകും? അല്ലാണ്ട് മാറിപ്പോവും. അതുപോലെ വെച്ചാല് പിന്നെ അതുകൂടാതെ ഒരു പെരുമഴ, വെറും പെരുമഴ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പെരു അല്ലാണ്ട് കൂട്ടും, പെരുമഴ, കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും സാധനം. ഉദ്ദേശം എന്താണോ പറയുന്നത് മറ്റൊന്നായി പോകും. ഇങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അല്ലെ? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ലൈഫ് മാറ്റം ഉണ്ടാവുക. ആ എന്തായി മേരി പട്ടാമ്പി, എന്തെങ്കിലും തീരുമാനമായോ? സന്തോഷമുണ്ടോ? കുറച്ചെങ്കിലും സന്തോഷിക്കാൻ വകുപ്പുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത്. അൺമ്യൂട്ട് ചെയ്യാൻ അറിയില്ല അല്ലെ? സാരി, ഓക്കെ, ശരി. ഇനി ആരും ഇല്ലല്ലോ. അപ്പൊ ഇന്ന് ക്ലാസ് വേണ്ടല്ലോ നമുക്ക് ഇതുപോലെ. പറഞ്ഞോ ഷീല. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എവിടെ? അടുത്ത ആളെവിടെ? അടുത്ത ആളിവിടെ ഇരിപ്പുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും ഒരു മാറ്റവും വരാതെ, ഒരു കുലുക്കവും ഇല്ലായിരുന്ന ആള് സാറിന്റെ അടുത്ത് വന്നപ്പോ വലിയൊരു മാറ്റമുണ്ട്. അത് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിരുന്നു തന്നെ. ഞാൻ ബൈ ചാൻസ് വെറുതെ ഫോൺ എടുത്തപ്പോ 8 മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ നോക്കിയപ്പോഴും മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചാടി കയറി. ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ ആളൊരു വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അത്ര മാറ്റം ഉണ്ടായി. ഞാൻ നോക്കിയപ്പോൾ കുറെ പേപ്പർ കട്ടിങ്സ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. എനിക്കൊരു മെസ്സേജ് ഇട്ട് വരുമ്പോ ഒരു ബോർഡ് വാങ്ങിച്ചിട്ട് വരണം. ബോർഡ് കൊണ്ടുവന്നപ്പോ എല്ലാം റെഡിയാക്കി ആളുടെ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ പോസിറ്റീവ് ആയിട്ട് വന്നു. അതിന്റെ സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ കൂടെ പോരുന്ന് പോലും ഞാൻ ഉദ്ദേശിച്ചല്ല. ആള് വന്നു. മീറ്റിംഗിൽ പങ്കെടുത്തൊക്കെ കഴിഞ്ഞപ്പോ ആളിന് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടൊരു മാറ്റമുണ്ട്. എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഷീസ് ബ്രില്യന്റ് ആൻഡ് എക്സ്ട്രാ. എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ഐ സോ ദ പൊട്ടൻഷ്യൽ ഹെർ. അവിടെ എത്തിക്കൊണ്ട് പറയാണ്, ഞാൻ അവന്റെ പൊട്ടൻഷ്യൽ കണ്ടിരുന്നു. ആ പൊട്ടൻഷ്യൽ അത് ഇത്ര പെട്ടെന്ന് നമ്മളിലേക്ക് കണക്ട് ആയി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവൾ അതിനപ്പുറത്തേക്കും കടന്നു. സോ നെക്സ്റ്റ് അറ്റംപ്റ്റ് ഫോർ യു, അത് ഉറപ്പാണ്. ഞാൻ ആദ്യം സാറിനോട് പറഞ്ഞപ്പോ ആള് യുക്തിവാദിയാ സാറേ എന്ന് പറഞ്ഞു. ഞാൻ എന്തെല്ലാം പറഞ്ഞാൽ അതൊന്നും ഏശില്ലായിരുന്നു. പക്ഷെ സാറ് പറഞ്ഞു എന്തായാലും അവിടുന്ന് അത് ഏറ്റു. അതാണ് വളരെ സന്തോഷം, വളരെ സന്തോഷം. അവൾ യുക്തിവാദിയല്ല, അവൾ യുക്തിവാദി അങ്ങനെയല്ല സാറേ. നമ്മളൊരു കാര്യം പറഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. സാറ് പറഞ്ഞ പോലെ അവൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, അത് ഞാനും തിരിച്ചറിയുന്നു. പക്ഷെ അത് പറഞ്ഞെന്ന് ആളിലേക്ക് ഒന്ന് എത്തിക്കണമെങ്കിൽ ഇച്ചിരി ഭയങ്കര പാടാണ്. പക്ഷെ സാറിന്റെ വാക്കുകൾ ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് അവിടെ എത്തി. അതാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ വൈബിന്റെ ആൾക്കാർ. റിയാലിറ്റിയാണ് നമ്മൾ സംസാരിക്കുക. റിയാലിറ്റി. സയൻസ് ഈസ് ഓൾവേസ്, നമ്മൾ എന്ത് പറയുമ്പോൾ അതിനൊരു റിയാലിറ്റി, ഒരു ആധികാരികത വേണം. നത്തിങ് കൻ സേ ദാറ്റ്. ആധികാരികത ഇല്ലാതെ ഒന്നും പറയരുത്. അപ്പൊ ആധികാരികത ഉള്ള കാര്യം ദൈവമുണ്ടോ? ആർക്കറിയില്ല എന്ന് പറയുന്ന പോലുള്ള ആധികാരികത ഉണ്ടോ? അപ്പൊ അറിയുന്നവൻ അറിയും, അറിയാത്തവൻ അറിയില്ല. അത്രേ ഉള്ളൂ. അല്ല ഉണ്ട് എന്ന് വാദിക്കാനൊന്നും പോലും. അത്രയും ലളിതമായിരിക്കണം ഈ കോൺസെപ്റ്റ്. അത് അനുഭവിച്ചവനോടെ പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവനും പറഞ്ഞാൽ അവൻ അറിയത്തില്ല. തേങ്ങ ഇപ്പോ എളുപ്പത്തിൽ ഞങ്ങൾ എളുപ്പം പറയാനുള്ള കാര്യമാണ്. ഒരു സായിപ്പിനോട് പോയിട്ട് തേങ്ങ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ല തേങ്ങ തിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സായിപ്പ് കോക്കനട്ട്, അവൻ കോക്കനട്ടിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. നമുക്ക് തേങ്ങ എന്ന് പറയുമ്പോൾ വേറെയാണ് സംഭവം. നമ്മുടെ അനുഭവം, നമ്മുടെ ആ ഫീലിങ്സ് വേറെയാണ്. കോക്കനട്ട് കഴിച്ചതിന്റെ ഫീലിങ്സും നമുക്ക് തേങ്ങ കഴിച്ചതിന് രണ്ടാ. സാധനം ഒന്നാണെങ്കിൽ അനുഭവം രണ്ടാ. ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിൽ പറഞ്ഞതേ ഉള്ളൂ അല്ലെ? ശരി, താങ്ക് യു ശീല. ഓക്കെ, ഒത്തിരി സന്തോഷം സാറേ. താങ്ക് യു വെരി മച്ച്. കുറച്ചുകൂടി എത്തിട്ട് പറയട്ടെ. താങ്ക് യു സർ. എന്തായിരുന്നു ഫീലിങ്സ്? എന്തായിരുന്നു അവസ്ഥ? എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിരുന്നു. മെഡിറ്റേഷനും അതെല്ലാം കഴിഞ്ഞ് സാറിനോട് സംസാരിച്ചു. എന്റെ പ്രസീത മാമിനോട് സംസാരിച്ചപ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവ്. മാം എന്നോട് കുറെ നേരം ഇങ്ങനെ സാറിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് മാം എന്റെ അടുത്ത് കുറെ നേരം ഇങ്ങനെ സംസാരിച്ചായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ എനിക്ക് അതിന് അധികം ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇന്നിങ്ങനെ ഇരുന്നപ്പോ ചുമ്മാ എനിക്ക് തോന്നി ഒരു വിഷൻ ബോർഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തൊക്കെയാണ് എനിക്ക് വേണ്ട ഗോൾസ്, എനിക്ക് എന്റെ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഗോൾസ് എല്ലാം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനൊരു വിഷൻ ബോർഡ് പോലെയൊക്കെ തയ്യാറാക്കി ഇങ്ങനെ വെച്ചപ്പോ അത് അമ്മ ഇപ്പൊ പറഞ്ഞു. വിഷൻ ബോർഡിന്റെ ക്ലാസ് ഇപ്രാവശ്യം ഈ ആഴ്ച നെക്സ്റ്റ് വീക്ക് തന്നെ അനൗൺസ് ചെയ്യും കേട്ടോ. വിഷൻ ബോർഡ് നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നവർ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ തന്നെ വേണം. ഞാൻ സെറ്റ് ചെയ്യാൻ കുറെ ലേറ്റ്, പണ്ടൊക്കെ സെറ്റ് ചെയ്യുന്നു, പക്ഷെ അതൊക്കെ അച്ചീവ് ആണ്. പിന്നെ അത് കംപ്ലീറ്റ് കയ്യിൽ പോയി. വിഷൻ ബോർഡ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ആ വഴിയിലൂടെയാണ്.
ഓരോ വഴികൾ ഓരോന്ന്. സന്തോഷം. താങ്ക് യു. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. ഇനി ആരുമില്ലല്ലോ. താങ്ക് യു. അപ്പോ സന്തോഷം ഒന്നുകൂടി എല്ലാവരോടും അറിയിക്കുകയാണ്. ആരെങ്കിലും സംസാരിച്ചോളൂ. ഇല്ലെങ്കിൽ 100 നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിനോട് എല്ലാവരോടും പറയാനുള്ള ഹാപ്പി ഹാപ്പി ഹാപ്പി. നിങ്ങൾ എല്ലാവരും നൽകിയ ഈ 100,000 സബ്സ്ക്രൈബ് ഇത് ഇനി ബാക്കിയുള്ളവരും കാണുക. ആരെങ്കിലൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ യെസ് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നല്ലേ. സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അവിടെ ഓപ്പൺ ആയിട്ട് കാണുന്നുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് നിൽക്കണം. സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അത് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. സബ്സ്ക്രൈബ് ആവും. ചിലപ്പോൾ വീണ്ടും രണ്ടാമത് ചെയ്യുമ്പോൾ ഒക്കെ ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്പാം ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒന്ന് ചെയ്താൽ നിങ്ങൾ എല്ലാവരും. ഇനി എന്താന്ന് വെച്ചാല് 2-3 അപ്ഡേറ്റുകൾ നമ്മൾ വരുന്നുണ്ട്. നമ്മുടെ ഈ മാസം മുതൽ യൂട്യൂബ് വീഡിയോസ് അധികം കുറെ മെമ്പേഴ്സ് ഉള്ളിലായിരിക്കും. പിന്നെ യൂട്യൂബിൽ തന്നെ കോഴ്സുകൾ തരാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. കാരണം പലർക്കും ഈ ആപ്പ് വെച്ചിട്ടൊക്കെ കോഴ്സ് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ യൂട്യൂബിൽ തന്നെ നമുക്ക് കോഴ്സ് എന്നൊരു സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ കുറേയൊക്കെ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ഞാൻ യൂട്യൂബിൽ തന്നെ നേരിട്ട് തരും. അപ്പൊ പേയ്മെന്റ് യൂട്യൂബിലേക്ക് നടക്കേണ്ടത് നമുക്കല്ല, യൂട്യൂബിൽ തന്നെ ചെയ്യുമ്പോൾ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തോളൂ യൂട്യൂബിലേക്ക്. എന്നിട്ട് കൂടുതൽ കാണാം. അപ്പൊ പരസ്യമൊന്നും ഉണ്ടാവില്ല. മെഡിറ്റേഷൻസ് ഒക്കെ മെമ്പേഴ്സിൽ കുറെ മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ലൈവ് വരാൻ പറ്റാത്തവർക്ക്. പക്ഷെ ലൈവ് കിട്ടുന്ന മെഡിറ്റേഷന്റെ ഗുണം നിങ്ങൾക്ക് മറ്റടുത്ത് അനുഭവിക്കാൻ സാധിക്കില്ല എന്നറിയാലോ അല്ലെ. അമൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക അല്ലെ, ഓഡിയോ കണക്ട് ആവുന്നില്ല. ഓക്കെ സാർ, നവരാത്രി മെഡിറ്റേഷന്റെ സമയം ഷുഗർ ഒഴിവാക്കാൻ യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നവരാത്രി മെഡിറ്റേഷൻ സമയത്ത് നമ്മൾ തീരുമാനിച്ചാണ് എന്തെങ്കിലും ഒന്ന് ത്യജിക്കണം എന്നുള്ളത്. ലതാ സരസ്വതി പറഞ്ഞു ഷുഗർ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഷുഗർ കൂടുതൽ കഴിക്കുന്നു എന്ന് പറഞ്ഞു. അത് തീരുമാനങ്ങൾ എല്ലാവരും പ്രാവർത്തികമാക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സന്തോഷത്തോടു കൂടി. ഓക്കെ, താങ്ക് യു താങ്ക് യു. എന്താ പറഞ്ഞു? വേറെ ആരോ പറയണമെന്നു പറഞ്ഞു. തിരുപ്പൂർ സാറേ. ഷീല പറയാം. ഞാൻ വന്നത് ഇങ്ങനെ തന്നെ. അവർക്ക് നല്ല വിശ്വാസമായി മെഡിറ്റേഷൻ ചെയ്തപ്പോ തന്നെ. എന്റെ ഹസ്ബൻഡിന് ഫസ്റ്റ് മെഡിറ്റേഷൻ തന്നെ അവർക്ക് നല്ല വിശ്വാസമായി സാറേ. സന്തോഷം. അതെ അതെ അതെ. വരുന്ന് വിചാരിച്ചതല്ല, അവിടേക്ക് വരാൻ ദൈവത്തിന്റെ കടാക്ഷം തന്നെ. അത് ഞാൻ വരും തീരെ വിചാരിച്ചു. നല്ല കാര്യം നല്ല കാര്യം. നമുക്ക് നല്ല കാര്യം. നിങ്ങൾ ഒന്നുകൂടി അത് ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്തു കേട്ടോ. നമുക്കൊന്ന് നോക്കണേ. നോക്കിട്ട് പറയാം, തീരുമാനിക്കാം കേട്ടോ. പുള്ളി നല്ല പോസിറ്റീവ് ആണ്. ആള് നല്ല ആളാ. നല്ല കുടുംബം തന്നെ നല്ല ഇതില്ല. നിങ്ങളെ കുഴപ്പമില്ല. അതെന്തോ ഒരു ചെറിയ തടസ്സം എന്തോ ഉണ്ടോ നോക്കാം. നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അത് നമുക്ക് മാറ്റാം. എന്നിട്ട് അഡ്വാൻസ് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ സാർ. പ്രസീത മാഡത്തിനോട് പറഞ്ഞാൽ മതി സാർ. പ്രസീത മാമനോട് പറഞ്ഞാൽ ഹലോ. പ്രസീത മാമനോട് പറഞ്ഞാൽ മതി. അപ്പോയിന്റ്മെന്റ് നെക്സ്റ്റ് വീക്കിലേക്ക് തരാം കേട്ടോ. ശരി സാർ. ശരി. ഓക്കെ ഓക്കെ ശരി. താങ്ക് യു. താങ്ക് യു സർ. സർ നമസ്കാരം. ഞാൻ ശ്രീജയാണ്. എനിക്ക് തൃശ്ശൂർ വരാൻ പറ്റിയില്ല. അപ്പൊ സാറിനോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. അപ്പൊ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിട്ടായിരുന്നു. എടുക്കാൻ പറ്റുമോന്ന് ശ്രമിച്ചു നോക്കൂ. ശ്രീജ ചോദിച്ചു സമയത്ത് മാമിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമയം ആവട്ടെ. ഒരു കാര്യം ചെയ്യാം, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസം ക്ലാസ്സിലേക്ക് കയറി നമ്മൾ ഫ്രീ സെഷൻസ് ഒക്കെ കയറിക്കോ. അല്ല, ക്ലാസ്സിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ മറ്റേ ലോ ഫെഡറേഷനിലുണ്ട്. പിന്നെ അതുപോലെ മറ്റേ ഹിപ്നോട്ടിസ്റ്റിലുണ്ട്. ഉണ്ടല്ലോ. അവിടെ പറഞ്ഞ പോരെ മതിയോ? ഹിപ്നോട്ടിസത്തിൽ പറയാൻ സമയമുണ്ട്. പറയാൻ സമയമുണ്ടല്ലോ. പറയാൻ പറ്റുന്ന അങ്ങനെ പറയാം. എന്നാ വേണമെങ്കിൽ പിന്നെ എടുത്തോളൂ കേട്ടോ. അത്രയും കൂടുതലുള്ള വിഷയങ്ങളാണ് പറഞ്ഞു കേട്ടോ. അതാണ് സംഭവം. ഓക്കെ. നാളെ വേണോ? നാളെ അല്ല, നാളെ സ്കൂളില്ലാത്തൊരു ദിവസമേ പറ്റുള്ളൂ. സൺഡേ. നെക്സ്റ്റ് സൺഡേ ഞാൻ കുറച്ച് ബിസിയാ. സൺഡേയില് സ്കൂളില്ലാതല്ലോ. സൺഡേ സാറ്റർഡേ നോക്കാം. ഞാൻ നോക്കിയിട്ട് ടൈം നോക്കിയിട്ട് പറഞ്ഞു. പ്രസീതയോട് പറഞ്ഞു കേട്ടോ. ടൈം നോക്കിയിട്ട് ഞാൻ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ശരി. ശരി. അപ്പൊ ബോറടിപ്പിക്കുന്നില്ല. മറ്റുള്ളവരെല്ലാവരും എല്ലാവരോടും യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് എല്ലാവരോടും 100,000 നിങ്ങൾ നൽകിയതിന് സന്തോഷം. ഇനി വീണ്ടും പോവുക. കൂടുതൽ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അടുത്ത പ്രോഗ്രാമിന് വേണ്ടി പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോളൂ. സ്ഥലം നിങ്ങൾ നിശ്ചയിച്ചോളൂ. പേയ്മെന്റ് നിങ്ങൾ ചെയ്തോളൂ. ഞാൻ അങ്ങ് വരാം. പോരെ? ഏറ്റവും എളുപ്പം സിമ്പിൾ ആയിട്ട് അത് പറയാൻ മറന്നു. അത് വിട്ടല്ലേ. ശരി. 2-3 കാര്യങ്ങൾ പറയാൻ ഇന്നലെ അവിടെ പറയണം വിചാരിച്ചു. അത് എല്ലാം കൂടി ഓർത്തു നിൽക്കുന്നുണ്ട്. ചെറിയ തലയായതുകൊണ്ട് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നില്ലെന്നുണ്ട്.
അല്ല, എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ചോദിക്കണമെന്നുണ്ടായിരുന്നു, പറഞ്ഞു. അത് പറയാൻ കൺഫേം ആണ്, പറയാൻ മറന്നുപോയി എന്നുള്ളൂ. ശരിക്കും ഞങ്ങൾ ഇന്നലെ തിരിച്ച് വന്ദേ ഭാരതിൽ കൊണ്ട് വരുമ്പോൾ തീരുമാനിച്ചതാണ്. ഇപ്പൊ എല്ലാവരും പാസ്പോർട്ട് റെഡി ആയിക്കൊള്ളുക. ജനുവരി നമ്മൾ 16-ാം തീയതിയാണ് ഡേറ്റ് വെച്ചത്, അല്ലെങ്കിൽ ജനുവരി 15-ഓ 16-ഓ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത ഫെബ്രുവരിയിലേക്ക് 2 ചാൻസ് ആണുള്ളത്. എന്തായാലും ഈ വർഷം ഇല്ല. ഇനി ഒരു പരിപാടി, ഇനി ദുബായ് പരിപാടി കഴിഞ്ഞിട്ട് എവിടെയും പരിപാടിയുള്ളൂ. ഫസ്റ്റ് ദുബായാണ്. എത്ര പേരാണോ തയ്യാറാക്കി ഇപ്പോഴേ പാസ്പോർട്ട് എടുത്ത് ബുക്ക് ചെയ്തോളൂ. എത്ര പേരുണ്ടാവും അതിനനുസരിച്ച് വേണം ഹോട്ടൽസും മറ്റു കാര്യങ്ങളും ബുക്ക് ചെയ്യാനായിട്ട്. ഒരു മിനിമം ഒരു 7 ഡേയ്സോ മിനിമം 7 ഡേയ്സിന്റെ പ്രോഗ്രാം ആയിരിക്കും. ഹോട്ടലിൽ എടുത്ത് അപ്പാർട്ട്മെന്റ് എടുത്ത് അവിടെ നമുക്ക് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി ദുബായിലൊക്കെ നിങ്ങളെ മിറാക്കിൾ ഗാർഡൻ ഓരോ ഗാർഡനിൽ കൊണ്ടുവരുത്തിട്ട് മെഡിറ്റേറ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ദുബായ് ബോട്ടിൽ നിന്ന് യാത്ര ചെയ്തിട്ടുള്ള ബോട്ടിലൊക്കെ ഇരുത്തിക്കൊണ്ട് നല്ല മെഡിറ്റേഷൻ ഒക്കെ ചെയ്യിപ്പിച്ച് ക്ലാസ് ഒക്കെ എടുത്ത് നല്ല ഭംഗിയാക്കി കൊണ്ടുപോകാനുള്ള ഒരു 4 to 5 എന്തായാലും 4 to 7 ഡേയ്സ് ഉണ്ടാവും എന്തായാലും പ്രോഗ്രാം. ഉള്ള പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നു. ഇനി ഡേറ്റ് നമുക്ക് പിന്നെ ഫിക്സ് ചെയ്യാം. വേണ്ടവരൊക്കെ ചാടി കയറിക്കോളൂ. എന്നിട്ട് പ്രസീത പറഞ്ഞ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. പ്രസീതക്കാണ് പാസ്പോർട്ട് കിട്ടാൻ താമസം എന്ന് പറഞ്ഞു. പ്രസീത നാളെ തന്നെ പാസ്പോർട്ടിന്റെ പ്രവർത്തനത്തിന് പോകുന്നു. പ്രസീത വരാതെ ഇപ്പൊ ഒന്നും നടക്കില്ലല്ലോ അല്ലെ. അതുപോലെ പ്രസീത പാസ്പോർട്ട് റെഡിയാക്കിയ ഉടനെ കൂടുതൽ നിങ്ങൾ എല്ലാവരും പാസ്പോർട്ട് എല്ലാവരും ആദ്യം പിടിച്ച് മാനിഫെസ്റ്റ് ചെയ്തിട്ട് പാസ്പോർട്ട് എല്ലാവരും റെഡിയാക്കിയിട്ട് പോരും. അങ്ങനെ ഒരു അനുഭവം കൂടി ആവട്ടെ. പേയ്മെന്റും കൂടെ പറയണം. ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേ നമുക്ക് പേയ്മെന്റ് എത്രയാന്ന് കൂടി നേരത്തെ. ഓക്കെ ശ്രീലത, പേയ്മെന്റ് എത്ര ആയാലും എന്താ ഇപ്പൊ നിങ്ങൾക്ക് കുഴപ്പം? നമ്മൾ അറേഞ്ച് ചെയ്യണ്ടേ? എന്തിനാ വരണ്ടേ? അവിടെ വരണം. അല്ല വരണം. പേയ്മെന്റ് നിങ്ങൾ അറേഞ്ച് ചെയ്യണോ? പേയ്മെന്റ് നിങ്ങളിലേക്ക് വരണോ? വരണം, ഞങ്ങളിലേക്ക് വരണം. അല്ല, പേയ്മെന്റ് നിങ്ങളിലേക്ക് വരണാണോ? നിങ്ങൾ പേയ്മെന്റ് വരാനുള്ള പേയ്മെന്റ് പോകാൻ ആഗ്രഹം. ശ്രീലത, ഇതാണ് ശ്രീലതയെ ഞാൻ പറഞ്ഞു, എനിക്ക് നേരിട്ട് തന്നെ കിട്ടണം, എന്നാലും മാത്രമേ നിങ്ങൾ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന നിങ്ങൾ ഒരിക്കലും പണത്തെ തേടി പോകരുത്. പണം നിങ്ങളിലേക്ക് തേടി വരണം. ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയ പരാജയം അവിടെയാണ്. എല്ലാ ബിസിനസ്സുകാരനെയും ഞാൻ പഠിപ്പിക്കണു, പരാജയം അവിടെയാണ്. പണത്തെ ഒരിക്കലും തേടി പോകരുത്. പണം നമ്മളിലേക്ക് ഒഴുകാനുള്ള ചാലകമാക്കി മാറ്റണം. എന്ത് ചെയ്യുന്നോ പണം പോരും, വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ എന്തായാലും ഇപ്പൊ ഒരു ഭവനം നമ്മൾ പറഞ്ഞു, സിമ്പിൾ ആയിട്ട് പറയാം, ഏറ്റവും ലളിതമായിട്ട് ഞാൻ പറയാണ്. എന്തായാലും നമ്മൾ ഹാപ്പിനെസ് ചാരിറ്റി ഹോമിന്റെ ഭവനത്തിന് ഒരു 15 ലക്ഷം തൊട്ട് 20 ലക്ഷം രൂപയില്ലാതെ ഒരു ഭവനം നമ്മൾ കൂടെ പൂർത്തിയാക്കി നിന്ന് കേരളത്തിൽ പറ്റില്ലെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അറിയപ്പോ നിങ്ങൾ ആരും ഞെട്ടണ്ട. 44,400 രൂപ. ഇതാണ് ഞങ്ങളുടെ ഉള്ള പൈസ. ട്രസ്റ്റിൽ ഇപ്പോഴുള്ള, അതായത് ഇപ്പോഴുള്ള അംഗങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് 2 മാസമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത പൈസ 44,000 സംതിങ്ങേ ഉള്ളൂ. ഞങ്ങൾ 15 ലക്ഷത്തിന്റെ പരിപാടി അനൗൺസ് ചെയ്തിരിക്കുന്നത്. പണം വരുമോ? പണം ഓട്ടോമാറ്റിക് ഇങ്ങനെ വരും. കാരണം അത് വന്നുകൊണ്ടേയിരിക്കണം. കാരണം വരാതിരിക്കാൻ അത് പറ്റില്ല. കാരണം ഇവിടെ ആവശ്യമുണ്ട്, അതിനവിടെ നിൽക്കാൻ പറ്റില്ല. എവിടെയാണോ റിക്വയർമെന്റ്, എവിടെയാണോ ആവശ്യകതയുള്ളത് അവിടത്തേക്ക് പണം ഒഴുകും. അല്ലാതെ പണം അത് കോൺസെപ്റ്റ് തെറ്റാ. ഇത്രയും ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് തെറ്റാണ്. നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കൂ, ബാക്കിയൊക്കെ നടന്നോളും, ഒരു കുഴപ്പമില്ല, എല്ലാം നടക്കും. തൃശ്ശൂർ പ്രോഗ്രാം ഞങ്ങൾ അനൗൺസ് ചെയ്തു. ആര് വരുന്നു ഞങ്ങൾക്ക് ഓർവില്ല. എന്താ വന്നേ? ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു വരൂ 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 എന്ന് പറഞ്ഞിട്ടോ? ഇല്ല. നിങ്ങൾ വരും. ആവശ്യമുള്ളവ വന്നേ പറ്റൂ. പണത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് ശ്രദ്ധിക്കുക. പണത്തെ പറയുമ്പോൾ അങ്ങോട്ട് പോയി പിടിക്കണ്ട. ചിരിച്ചു കളിച്ച് നടക്കുന്ന കുട്ടിയെ ഓടിച്ചിട്ട് പിടിക്കാൻ നിൽക്കണ്ട. ഇത് വന്നോളും. അതിനെ കൈ കാണിച്ച് ഇങ്ങനെ ആ മോനെ കുച്ചിക്കലേ എന്ന് പറഞ്ഞാൽ മാത്രം അത് പോതും. അതേപോലെയാണ് പണം. വരൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഞാൻ മുമ്പ് അനൗൺസ്മെന്റ് ചെയ്തേരെ തീരുമാനിച്ചിട്ടുണ്ട് വരണം. യെസ്, വേണ്ട അങ്ങനെ വേണം. അപ്പൊ എത്ര പേരുണ്ട് ഇപ്പൊ തീരുമാനിക്കുന്നവർ? പെട്ടെന്ന് പറ, കൈപൊക്കെ. എല്ലാവരും ഞാൻ ലൈവ് എടുക്കട്ടെ. എത്ര പേരുണ്ട് വരുന്ന തീരുമാനിക്കുന്നത്? കൈപൊക്കെ 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 കൈയുള്ളവര് ഒക്കെ. അത് ഇവിടെ ഒരു പ്രത്യേകത പറയട്ടെ ഞാൻ. ഏറ്റവും കൂടുതൽ കൈ പൊക്കിയ ആൾക്കാരാരെന്നറിയോ? എവിടുന്ന് പൈസ വരുന്നു ഒരു ഐഡിയ ഇല്ല. കയ്യിൽ 10,000 രൂപ പോലും അക്കൗണ്ടിൽ ഇല്ലാത്തവരാണ് ആദ്യം കൈ പൊക്കിയിട്ടുള്ളത്. ഇതാണ് എനിക്ക് ആവശ്യം. പക്ഷേ ഇപ്പൊ പറയാം, 10 ലക്ഷം രൂപ പോലും അക്കൗണ്ടിൽ ഉണ്ടായിട്ട് അയ്യോ എങ്ങനെ പോകുമെന്ന് പറയുന്ന ചില ആൾക്കാർ ഞാൻ ചൂണ്ടിച്ച് കാണിച്ചു തരാം. വേണ തൊട്ട് കാണിച്ചു തരാം, പോരെ? അങ്ങനത്തെ ആൾക്കാരിവിടെ ഉണ്ട്. 10 ലക്ഷം അക്കൗണ്ടിലുണ്ട്. മേരി താങ്ക് യു. 10 ലക്ഷത്തിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ട്. മാസം
1 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളമുണ്ട്. പക്ഷെ പറ്റുമോ? ഞാൻ പോയാൽ അല്ലെ? ഇത് പാടില്ല. നിങ്ങൾ വരുമോ വരില്ല എന്ന് പറ്റാത്ത കാര്യം, അത് വിഷയമല്ല. പക്ഷെ ആദ്യം ഉണ്ടാവേണ്ടത് കറേജ്, ആത്മധൈര്യം. ഞാൻ ചെയ്യും, ഇത് കൊണ്ട് പറ്റും. ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? എന്നില്ലെങ്കിൽ ആർക്കും വിഷയമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇത് എപ്പോഴും ആ ഒരു കാര്യം കാണിക്കണം. തടസ്സങ്ങളെ കാണുകയല്ല വേണ്ടത്, സാധ്യതകളെ തേടിയെത്തുക. എനിക്ക് പറ്റും, ഞാൻ പോകും. പോയില്ലെങ്കിൽ എന്താ? ഞാൻ അപ്പൊ പറയും, പോയില്ലെങ്കിൽ സാറ് ഞാൻ വന്നില്ല, പക്ഷെ സാർ അവിടെ ചെയ്യുന്ന ഈ ലൈവ് ഞാൻ കണ്ടല്ലോ, എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടായല്ലോ എന്നെങ്കിലും പറയാൻ തോന്നൂലേ? ഇപ്പൊ ഇല്ലെങ്കിൽ എന്താ തോന്നുക? അയ്യോ പോയില്ല, എനിക്ക് എത്താൻ പറ്റിയില്ല. ഇത് രണ്ടാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. എല്ലാവരും അപ്പൊ പ്രസിദ്ധ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തോ, എത്ര പേര് ചാടി കയറുന്നു നോക്കട്ടെ. ഇപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്തൊക്കെ ഇന്ന് തന്നെ കൊടുത്തേ. ദുബായ് പ്രോഗ്രാം അനൗൺസ് പബ്ലിക്ലി അനൗൺസ്. പക്ഷെ ദുബായ് പ്രോഗ്രാം സാർ ഡേറ്റ് തീരുമാനിച്ചോ? ഡേറ്റ് നമുക്ക് പിന്നെ തീരുമാനിക്കാന്ന്. ശരി, ഉണ്ടായിരുന്നു ഇവിടെ. അല്ല, എനക്കൊരു ഫംഗ്ഷൻ ഉണ്ട് 16, 17, 18 നാട്ടിലേക്ക് പോകണം. ഇപ്പൊ ജനുവരിയാ? ജനുവരി 16, 17, 18. എന്തായാലും റഹീന ആയിരിക്കും നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത്. അതുകൊണ്ട് ഫെബ്രുവരിയിലാക്കി കളയാം നമുക്ക്, റഹീന ഇല്ലെങ്കിൽ. താങ്ക് യു. ഞാൻ എന്നേ വിചാരിച്ചു എനിക്ക് വരണം, ഇവിടെ ഉണ്ടാകുമ്പോന്നുള്ള. വരികയല്ല, നിങ്ങളാണ് നേതൃത്വം. പിന്നെ എങ്ങനെ വരുന്നത്? നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. നിങ്ങൾ നേതൃത്വത്തിലേക്ക് തന്നെ ഉണ്ടാവില്ലേ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കുഴപ്പമില്ല, നോക്കാം. ഡേറ്റ് നമുക്ക് തീരുമാനിക്കാം. കുറച്ച് അത് വിസ അവൈലബിലിറ്റിയും നിങ്ങൾ എല്ലാവരും ടിക്കറ്റ്, പാസ്പോർട്ട് അവൈലബിലിറ്റിയും ഒക്കെ നോക്കണ്ടേ, എന്നിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. വരാൻ ആഗ്രഹിച്ച അബുദാബി എവിടെ കാണണമെങ്കിലും വരുന്നവർക്കെല്ലാം ഇവിടെ നിൽക്ക, താമസിക്ക, എവിടെയും കാണിച്ചു കൊടുക്ക. ദുബായിലും ഞമ്മക്ക് പറ്റുന്നിടത്തെല്ലാം പോരാ, എല്ലായിടത്തും ഉണ്ടാവും. താങ്ക് യു. അപ്പൊ ജാനുവരി എന്റെ എൻഡിലാണെങ്കിൽ ഓക്കെയാണ്. ഞാൻ ഫെബ്രുവരി 14 തിരിച്ചു പോകും ലണ്ടനിലേക്ക്. അപ്പൊ 14 മുമ്പേ അടച്ചാ പോരെ? പോരെ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ലണ്ടനിൽ. ഓക്കെ, ഷുവറായിട്ടുണ്ട്. വെൽക്കം. ലണ്ടനിൽ കുറെ ആൾക്കാരുണ്ട്, നമ്മളെല്ലാവരും ലണ്ടനിലും പോവാം. എങ്ങനെയല്ലേ എനിക്ക് ലോകം മുഴുവൻ യാത്ര ചെയ്യാനുണ്ട്. വേണമെങ്കിൽ കൂടിക്കോ, ഞാൻ ലോകം മുഴുവൻ യാത്ര ചെയ്യും. നിങ്ങൾ എല്ലാവരും കൂടെ കൂടുന്ന എല്ലാവരും കൊണ്ടുപോകും. ഞാൻ ലോകം മുഴുവൻ പോകും, എല്ലായിടത്തും പോകും. പാകിസ്ഥാനിൽ മാത്രം പോകില്ല, ബാക്കി കുഴപ്പമില്ലാതെ സ്ഥലത്തൊന്നും പോകണ്ട, നല്ല സേഫ്റ്റിയായ സ്ഥലത്ത് മാത്രം. അല്ല, ഞാൻ എന്തുകൊണ്ട് ഇപ്പൊ പാകിസ്ഥാനിൽ പോയില്ല എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ പുതിയൊരു ന്യൂസ് കേട്ടു, അവര് ശവശരീരത്തെ മുറിച്ച് കഴിച്ചൂലു. അപ്പൊ എന്തായാലും ഞാൻ ചത്താലും അതുപോലെ ഒരു മുറിച്ച് കഴിച്ചു. അയ്യോ, അല്ല കുഴപ്പങ്ങളാണ് ഒരു സ്ഥലത്തും പോകാനുള്ള പരിപാടിയാണ്. സ്ഥലങ്ങളിൽ മാത്രം പോവാം. മലയാളിക്ക് എന്ത് കുഴപ്പം? മലയാളിനേക്കാളും വലിയ കുഴപ്പമുള്ള ലോകമുണ്ട് ഇവിടെ. മറ്റെല്ലാവരും വാള് കൊണ്ട് അല്ലെങ്കിൽ തോക്ക് കൊണ്ട് കുഴപ്പമുണ്ടാക്കുന്നു, മലയാളി വാക്ക് കൊണ്ട് കുഴപ്പമുണ്ടാക്കുന്നു. എനിവേ, താങ്ക് യു. അപ്പൊ എല്ലാവരും സന്തോഷത്തോടു കൂടി യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് എല്ലാവരോടും താങ്ക് യു മാത്രം അറിയിക്കാനുണ്ട്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ ശ്രമിക്കാം. കൂടുതൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക, സന്തോഷത്തോട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. എനിക്ക് ചില ഫാമിലികളിലേക്ക് വന്ന മാറ്റങ്ങൾ കാണുമ്പോഴാണ് ഏറ്റവും സന്തോഷം. അമ്മ മാറിയപ്പോ മക്കൾക്ക് വരുന്ന സന്തോഷം. മക്കള് അമ്മയോട് പറയാണ്, അമ്മ പരിപാടിക്ക് പോകുന്നില്ലേ, കാശ് അയച്ചുതരാം കേട്ടോ എന്ന് പറയുന്ന മക്കളുടെ അവസ്ഥ. അല്ലെങ്കിൽ അമ്മ മാത്രം ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാരും മക്കൾ നമ്മളെ കാണുന്ന ആ കാഴ്ചപ്പാട്, കൂടെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും സാറിനോട് ചോദിക്കാമെന്ന് കരുതുന്ന മക്കൾ. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ വീട്ടിലെ ഗൃഹനാഥൻ, അവരൊക്കെ അതിൽ ചേർത്ത് വെക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് കാര്യങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് വേണ്ടിയിട്ടാണ്. ആ കുടുംബത്തിൽ മാറ്റം ഉണ്ടാവും. ഇന്നലെ രജനി വരികയുണ്ടായി. അനിൽ അവിടെ ഒറ്റക്കാണ്. അല്ലെങ്കിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അനിലിന്റെ മകൻ വന്നു. അവൻ നല്ല സ്മാർട്ട് പയ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 പിള്ളേര്, 2 ആൺപിള്ളേര്, നല്ല BSc നഴ്സിംഗ് പഠിക്കുന്ന അവന് ഭയങ്കര പ്രതീക്ഷ. അല്ല, എന്താ പറയാ, അങ്ങനെയുള്ള കുട്ടികൾ കേരളത്തിൽ അപൂർവമാണ്. ഇപ്പോ ഞാൻ ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ടെങ്കിലും എന്നിൽ കണക്ട് ചെയ്ത കുട്ടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഞാൻ ഒരു സൈഡിൽ തീരെ കൊള്ളാത്ത, അതായത് ഒരു ഇതും ഇല്ലാത്ത കുട്ടികളെ കണ്ട് ഞാൻ തന്നെ എന്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ, എന്നോട് കണക്ട് ചെയ്യാൻ വരുന്ന കുട്ടികൾ, എനിക്ക് അഭിമാനമാണ്. ഓരോ ആളും. ഇപ്പൊ നേരത്തെ സംസാരിച്ച കുട്ടി ആയിക്കോട്ടെ,
അനിലിന്റെ മകനായിക്കോട്ടെ, അനിലിന്റെ മറ്റു മകന് മുമ്പത്തെ പരിപാടിക്ക് വന്നിരുന്നു. അതുപോലെ രാജീവേട്ടന്റെ മകളായിക്കോട്ടെ, മരുമകനായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുട്ടികൾ ഭയങ്കരമായിട്ട് അവരിൽ മെനി പൊട്ടൻഷ്യൽ. നമ്മുടെ സമൂഹം ഇത് എപ്പോഴും മാറിപ്പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന കുറേ ആൾക്കാർ. അതുകൊണ്ട് ആ യങ് ജനറേഷനെ അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ അജിത PS മകൻ വന്നത്, അവൻ റാങ്ക് ഹോൾഡറാണ്. ഇന്നലെ ഞാൻ അതിനിടയിൽ അവിടെ സംസാരിക്കണം വെച്ചാൽ അത് മറന്നുപോയി. ഇപ്പോൾ ക്ലാസിന്റെ ഇടയിൽ അവനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവനെ യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് കിട്ടിയ പോയി. പക്ഷെ എന്താ അവരിലുണ്ട്, എന്താ ആ ഒരു കറേജ് അവനിലുള്ള, ആ ഒരു ഇൻഡസ്ട്രിയിലെ അവൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തെ പറ്റിയിട്ടൊക്കെ ഇതൊക്കെ അത്രയും അഭിമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആവട്ടെ കുട്ടികൾ, അങ്ങനെയുള്ള തലമുറ ഇനിയും ഉണ്ടാവട്ടെ. നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രവർത്തനം കൂടി ആവട്ടെ. നമ്മളിപ്പോ ഒരു പരിധി കഴിഞ്ഞപ്പോ നിങ്ങളൊക്കെ കുറെയൊക്കെ പരാതികൾ പരിഭവങ്ങളൊക്കെ പറഞ്ഞു നടന്ന ആൾക്കാരാണ്. ഇപ്പൊ അതൊക്കെ നിങ്ങളിൽ നിന്ന് പോയി. അതേ വൈബ് തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തുമ്പോൾ നമ്മൾ വല്ലാണ്ട് മാറും. എനിക്കിപ്പോ ഒരു കോടിയിൽ ഒരാൾക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ തന്നെ മതി. അങ്ങനെ ഒരാൾക്ക് പോകുമ്പോൾ ഒരു 10-15 വർഷം ആകുമ്പോഴേക്കും നമ്മുടെ സമൂഹം നന്നായിട്ട് മാറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷയാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യം ഈ പറഞ്ഞ പരാതികളും പരിഭവങ്ങളും ഒക്കെ നിർത്തി ജീവിതത്തെ അതുപോലെ ആ കാഴ്ചപ്പാടിൽ തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോഴാണ് സന്തോഷം ഉണ്ടാവുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു എല്ലാവർക്കും. യെസ് അനിൽ, എന്ത് പറഞ്ഞു മകൻ? സാർ, അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അത് ഞാൻ പ്രസീത മാമിന് മെസ്സേജ് അയക്കാം. ആ മാറ്റം അതെനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. അത്രയും ഒരിക്കലും അവൻ വരില്ല എന്ന് പറഞ്ഞ ആളാണ്. എങ്ങനെ അവിടെ എത്തിപ്പെട്ടു? അത് ഞാൻ നേരത്തെയും അതിൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അതെ, ക്ലാസ്സിന് മോൻ പങ്കെടുക്കണം എന്ന്. അത് അവനോട് പറയുമ്പോ അവൻ വരില്ല എന്ന് പറയും. എന്തായാലും അവസാനം കൊണ്ട് അവൻ അവിടെ എത്തിപ്പെട്ടു. നല്ല സന്തോഷം. ബാക്കി ഒരുപാട് പറയാനുണ്ട്. അത് ഞാൻ പ്രസീത മാമിന് മെസ്സേജ് അയക്കും. ശരി, താങ്ക് യു വെരി. അപ്പൊ എല്ലാവർക്കും നന്ദി. മറ്റേ ക്ലാസ് ഉണ്ട്, നമ്മൾ സമ്പത്തിന്റെ വിത്തുകൾ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. അതിലേക്ക് പോകാം. ക്ലാസ് പോണോ, സിനിമയ്ക്ക് പോണോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ, അല്ലേ? ഒരു സിനിമയ്ക്കൊക്കെ പോകണ്ടേ? ഓക്കെ, ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുത്ത് നാളെ യാത്രയാവുന്നു. അതെ. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു.